കേൾക്കണ്ടോ? കുട്ടികൃഷ്ണമാരാരുടെ ഓർമ്മയ്ക്ക് ആദരപൂർവമായ പ്രണാമം. അദ്ദേഹം ഞാൻ ജോലി ചെയ്ത മാതൃഭൂമിയിൽ അനവധി കാലം പ്രൂഫ് റീഡറായിരുന്നു. അദ്ദേഹം പിരിഞ്ഞതിന് ശേഷമാണ്, അതിനുശേഷം ഒരു 12 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടെ എത്തുന്നത്. അതിനിടയ്ക്ക് മാരാര് മരിച്ചു പോയിരുന്നു. മാരാരുടെ മകൻ മുരളീധരൻ മാരാരാണ് എൻ്റെ കുറച്ച് സീനിയറായിട്ട് അക്കൗണ്ട്സ് വിഭാഗത്തിൽ ഉണ്ടായിരുന്നു. പിന്നെ മാരാരുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കുടുംബം ബോംബെയിൽ ഉണ്ടായിരുന്നു. അവർ ശ്രീകൃഷ്ണപുരത്ത് ഉള്ള എൻ്റെ വീട്ടിൽ ഞങ്ങളെ വലിയ അടുത്ത ആളുകളായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് വ്യക്തിപരമായിട്ട് മാരാരുടെ ജീവിതവുമായിട്ട് എനിക്കുള്ള ബന്ധം. ഞാൻ മാരാരെ നേരിൽ കണ്ടിട്ടില്ല. അത്ഭുതം തോന്നും. മാരാര് ഒട്ടും കണ്ടിട്ടില്ല, അദ്ദേഹം സംസാരിക്കുന്നത് കേട്ടിട്ടില്ല. ഇപ്പം ഇന്ന് ഇവിടെ മാരാരുടെ മഹാഭാരത പഠനങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് 3 ഭാഗമായിട്ട് അതിനെ വിഭജിക്കാം എന്നാണ്. അടുത്തേക്കാണ് ഇപ്പോൾ ശരിയാ. എൻ്റെ ഈ ഭാഷണത്തിന് 3 ഭാഗങ്ങളുണ്ട്. ആദ്യത്തെ ഭാഗം കുട്ടികൃഷ്ണമാരാരുടെ കാലത്തിന് മുമ്പ് എങ്ങനെയാണ് മഹാഭാരതം വായിക്കപ്പെടുകയും പുനർരചിക്കപ്പെടുകയും ചെയ്തിരുന്നത് എന്നാണ് അതിൽ ആദ്യത്തെ ഭാഗം. രണ്ടാമത്തെ ഭാഗം മാരാരതെങ്ങനെ ചെയ്തു, അത് ഞാൻ ഇവിടെ വിസ്തരിക്കുന്നില്ല. വളരെ ചെറിയ കാരണം അത് എല്ലാവർക്കും അറിയുന്നതാണ്. ഭാരത പര്യടനം എന്ന അദ്ദേഹത്തിൻ്റെ കൃതി തന്നെ നമ്മുടെ മുമ്പിലുണ്ട്. മൂന്നാമത്തെ ഭാഗം ഈ മാരാരുടെ ഭാരത പര്യടനത്തിന് ശേഷം എന്തെല്ലാം ഉൾക്കാഴ്ചകളാണ് മഹാഭാരതത്തെ പറ്റി ലോകത്തുള്ള പണ്ഡിതന്മാരിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതോടുകൂടിയാണ് ഇപ്പോൾ ഈ പറഞ്ഞ സോഫ്റ്റ്വെയർ എന്നുള്ള ആശയമൊക്കെ എനിക്ക് വരണത്. അപ്പം അങ്ങനെ 3 ഭാഗങ്ങളായിട്ടാണ് എൻ്റെ ഈ സംസാരത്തിനെ ഞാൻ തന്നെ തിരിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യകാലത്തെ പറ്റി പറയുകയാണെങ്കിൽ പമീല എന്ന് പറയുന്ന ഒരു ജർമ്മൻകാരി സ്വാതന്ത്ര്യ സമര കാലത്ത് എങ്ങനെയാണ് മഹാഭാരതം വായിക്കപ്പെട്ടത് എന്നുള്ളതിനെ പറ്റി എപ്പിക് നേഷൻ എന്നൊരു ബുക്ക് എഴുതി. അതിലവർ പറയുന്ന വളരെ രസകരമായൊരു കാര്യം എന്താ വെച്ചാൽ, ഈ മഹാഭാരതം ഇന്ത്യയുടെ പൊതുജനങ്ങളുടെ ഭാവനാലോകത്തിൽ അത്ര പോസിറ്റീവായ ഒരു ഇംപ്രഷൻ അല്ല ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് വായിക്കാൻ പാടില്ല എന്നുള്ള ഒരു ഇംപ്രഷനാണ് ഉണ്ടായത്. അതിന് ഒന്നാം തരം ഒരു തെളിവ് അവർ ഹാജരാക്കുന്നുണ്ട്. 1913 ഡൽഹിയിലെ സംഗം തിയേറ്ററിൽ മഹാഭാരതത്തിനെ അടിസ്ഥാനമാക്കി ഒരു നാടകം ഉള്ളത് അരങ്ങേറുക. അപ്പോൾ മഹാഭാരതം ഈ ഹാളിൽ അരങ്ങേറിയാൽ ഈ ഹാളിനും ഇവിടുത്തുകാർക്കും വലിയ ദോഷം ഉണ്ടാവില്ലേ എന്നുള്ളൊരു ഭയം ആളുകളെ ഗ്രസിച്ചു. എന്നിട്ട് ആര്യസമാജക്കാരെ വിളിച്ച് ഒരു ഹോമം നടത്തി. എന്തിന്? ഇതുണ്ടാക്കുന്ന ദോഷഫലങ്ങളൊന്നും ഈ ഹാളിനെയും ഇതിലെ നടീനടന്മാരെയും ഇവിടെ ഇരിക്കുന്ന സദസ്യരെയും ഒന്നും ബാധിക്കരുതേ എന്ന് ദേവന്മാരോട് പ്രാർത്ഥിച്ചുകൊണ്ട് അവർക്കായിട്ട് നൽകിയ ഹോമമായിരുന്നു. അങ്ങനെ ഇത് അത്രയൊന്നും സ്വീകാര്യമല്ല എന്നുള്ള മട്ടിൽ ഒരു ബോധം കുറെ കാലമായി ഉണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഈ ദോഷഫലങ്ങളിൽ നിന്നെല്ലാം മഹാഭാരതത്തിനെ മുക്തമാക്കാനാണ് മഹാഭാഗവതം എന്നൊരു പുസ്തകം ഉണ്ടായത്. അത് ഇപ്പം എന്നാ അത് ഉണ്ടായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മഹാഭാരതം ഉണ്ടായത് ഒരു 1000 കൊല്ലമോ 500 കൊല്ലമോ. ഇത് 19 ക്രിസ്തുവിന് മുമ്പ് 500 കൊല്ലം മുമ്പ് തുടങ്ങി ക്രിസ്തുവിന് ശേഷം 500 കൊല്ലം കഴിഞ്ഞ് ഉള്ള ഒരു 1000 കൊല്ലത്തിൻ്റെ ഉള്ളിലാണ് ഇത് രൂപപ്പെട്ടു വന്നത് എന്ന് ചരിത്രകാരന്മാരെ ഏതാണ്ട് സമ്മതിച്ച ഒരു ഘട്ടത്തിലാണ്.
ക്രിസ്തുവിന് ശേഷമുള്ള 5-ാം നൂറ്റാണ്ട് കാലത്ത് ഈ രൂപത്തിൽ ഈ പുസ്തകം പൂർണ്ണമായി കഴിഞ്ഞു എന്നാണ് ഗവേഷകരൊക്കെ പറയുന്നത്. അപ്പം അത് ശരിയായി. അപ്പം ആ ഭാരതം ഇന്നത്തെ രൂപത്തിൽ ക്രിസ്തു 5-ാം ശതകത്തിൽ നമ്മുടെ ഇടയിൽ വന്നു കഴിഞ്ഞു. അത് അത്ര ധാരാളമൊന്നുമില്ല. ഇത് ഇത്രയും സംഗതി പകർത്തി എഴുതുക എന്ന് പറയുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പം അങ്ങനെ പകർത്തി വളരെ വളരെ കുറച്ച് പ്രതികളെ കോപ്പികളെ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. എന്തായാലും അത് ആളുകൾ മനഃപ്പാഠമാക്കി ആ പുസ്തകം മുഴുവൻ. അങ്ങനെ പരമ്പരയായിട്ട് ആ മനഃപ്പാഠമാക്കിയിട്ടുള്ള ആളുകൾ ഉച്ചരിച്ചു പോന്നു. ചില ആളുകൾ ഇത് കേട്ടെഴുതി വീണ്ടും കയ്യെഴുത്ത് കോപ്പിയായി പനയോലകളിൽ എഴുതി. അങ്ങനെ ഉണ്ടായ ആ പുസ്തകം പക്ഷെ അത് വായിക്കാൻ പാടില്ല എന്നുള്ളൊരു കഥ വരിക അതിൽ. അപ്പോൾ അതിൻ്റെ ഉപകഥയായിട്ട് ഭാഗവതാണത് പറയുന്നത്. ഈ ഭാരതം എഴുതിയ വ്യാസൻ അതിന് ശേഷം വളരെ വളരെ ദുഃഖത്തിലാണ്ടു എന്നാണ് ഭാഗവതം തുടങ്ങുന്നത്. നോക്കൂ, ഇത്രയും മഹത്തായ ഒരു നോവൽ, എന്തൊരു കൃതി! 6000 പേജ് വരും. വാൽമീകി രാമായണത്തിൻ്റെ 5 ഇരട്ടി വരും. അങ്ങനെ അതിൻ്റെ ആകർഷണം എന്ന് പറഞ്ഞാൽ അതൊരു ചുഴിയാണ്. നമ്മളതിൽ പെട്ടാൽ അതിന് തിരിച്ചു പോരില്ല. അത്ര അത്യാകർഷകമായ ഏത് പ്രായക്കാർക്കും ഏത് മനസ്ഥിതിയുള്ള ആളുകൾക്കും അതിൽ എന്തെങ്കിലുമൊക്കെ അതിൽ ആകർഷിതരാവും. ഒരു മാഗ്നറ്റിക്കായ ഒരു കാന്തികമായിട്ടൊരു ആകർഷണ ശക്തി, ഒരു ഭൂഗുരുത്വ ആകർഷണ ശക്തിയുള്ളൊരു കഥയും അതിൻ്റെ അവതരണങ്ങളും അതിൻ്റെ വളരെ മന്ദഗതിയിലുള്ള പുരോഗമനവും എല്ലാം പതുങ്ങിയ കാലത്തിലാണ്. വളരെ വളരെ പതുക്കെ 400 പേജ് കഴിയും അതിൻ്റെ കഥയിലേക്ക് തുടങ്ങാൻ. അങ്ങനെയുള്ളൊരു മഹാഗ്രന്ഥം എഴുതി വ്യാസൻ. അപ്പോൾ വ്യാസൻ പക്ഷേ അത് കഴിഞ്ഞ് സന്തോഷിക്കുകയല്ല ചെയ്തത്. സന്തോഷിക്കാതെ ഗംഗാനദിയുടെ തീരത്ത് ദുഃഖിച്ച് വിഷാദിച്ചിരിക്കുകയാണ്. അപ്പോൾ നാരദൻ ആ വഴിക്ക് വന്നു. അപ്പോൾ വ്യാസനോട് ചോദിച്ചു, എന്താണ് അങ്ങ് ദുഃഖിച്ചിരിക്കണം? അപ്പോൾ നാരദനോട് വ്യാസൻ പറയുന്നു, എന്താണെന്ന് അറിയില്ല, ഞാൻ സർവാർത്ഥ പുഷ്കലമായ ഈ മഹാഭാരതം എഴുതി. അതിൽ ധർമ്മത്തെക്കുറിച്ചും അർത്ഥത്തെക്കുറിച്ചും കാമത്തെക്കുറിച്ചും എല്ലാം ഞാൻ വളരെ വിശദമായിട്ട് എഴുതി. പക്ഷെ എന്നിട്ടും എനിക്ക് ഒരു സന്തോഷം കിട്ടുന്നില്ലല്ലോ, ഒരു ദുഃഖം കിട്ടുന്നില്ലല്ലോ. അത് ദുഃഖം മാത്രമേ കിട്ടുന്നുള്ളൂ, എനിക്ക് തൃപ്തി വരുന്നില്ലല്ലോ. നമുക്ക് ഒരു മഹത്തായ കൃതി എഴുതിയ കർത്താവിന് ആ കൃതി എഴുതിയതിനു ശേഷം വലിയ ദുഃഖമാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ നാരദൻ പറഞ്ഞു, അതിന് കാരണമുണ്ട്. നിങ്ങൾ ധർമ്മത്തിനെ പറ്റി എഴുതി, ശരി. നിങ്ങൾ അർത്ഥത്തെ പറ്റി എഴുതി, ശരി, ഓക്കെ. പക്ഷേ നിങ്ങൾ ആ വേണ്ട ഒരു കാര്യം എഴുതിയില്ല. നിങ്ങൾ എന്താ എഴുതാത്തത്? കൃഷ്ണൻ്റെ കഥ അതിൽ പരാമർശിക്കുകയല്ലാതെ വിശദമായിട്ട് വർണ്ണിച്ചില്ല. അപ്പോൾ നോക്കുമ്പോൾ അത് ശരിയാണ്. അതിൽ കൃഷ്ണൻ എന്നുള്ളതല്ലാതെ ഭഗവാൻ കൃഷ്ണൻ എന്നോ ശ്രീകൃഷ്ണൻ എന്നോ വളരെ വളരെ അപൂർവമായിട്ടേ പറയുന്നുള്ളൂ. 2 തലത്ത് മാത്രമാണ് ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത്. കൃഷ്ണനെ പറയുള്ളൂ. അതിൽ ഈ വിശ്വരൂപം കാണിക്കുന്ന 3 സന്ദർഭത്തിൽ ഒഴിച്ച് ബാക്കി ഒരു ദിക്കിലും അദ്ദേഹം ഒരു മനുഷ്യനല്ല എന്ന് പറയുന്നില്ല. വിഷ്ണുവിൻ്റെ അവതാരമാണെന്ന് 2 ഇടത്തിലേ പറയുന്നുള്ളൂ. ഭീഷ്മരാണത് പറയുന്നത്. അങ്ങനെ ഇദ്ദേഹത്തെ പൂർണ്ണമായൊരു ദൈവമായിട്ടല്ല, മിക്കവാറും മനുഷ്യനും അപൂർവമായി ദൈവവും ആകുന്ന 2 ഭാവങ്ങളുള്ള മുഖ്യമായും മനുഷ്യനായ ഒരാളായിട്ടാണ്, ഒരു രാജ്യതന്ത്രജ്ഞനായാണ് കൃഷ്ണനെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് വലിയ തെറ്റായി എന്ന് നാരദൻ പറയാം. അങ്ങനെ പാടില്ല. കൃഷ്ണൻ്റെ കഥ വിശദീകരിച്ച് പറയൂ, എന്നാൽ നിങ്ങൾക്ക് ഈ വേദന തീരും. അപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ നമ്മൾ വേറൊരു സമാന്തരം നമ്മൾ കാണുകയാണ്. ഒരു എഴുത്തുകാരനും ഒരു നിരൂപകനും. നാരദൻ അവിടെ നിരൂപകനാണ്. ഈ കൃതിയെ നിരൂപിച്ചിട്ട് പറയാണ്, ഇത് മാറ്റി എഴുതല്ലാതെ യാതൊരു ഒരു പ്രശ്നപരിഹാരവും ഇല്ല. എന്നിട്ട് അദ്ദേഹം മാറ്റി എഴുതുക. ഇതേ നൈമിഷാരണ്യത്തിൽ, ഇതേ യാഗസദസ്സിൽ അദ്ദേഹം ഇതേ കഥാപാത്രങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഈ മാറ്റി എഴുതാണ് മഹാഭാരതം. അങ്ങനെ അത് കൃഷ്ണനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു കഥയായിട്ട് മഹാഭാരതം മാറ്റി എഴുതപ്പെട്ടതാണ് ഭാഗവതം. അപ്പോൾ ഒരു നിരൂപകൻ്റെ പ്രേരണയ്ക്ക് വശംവദമായിട്ട്
ഒരു എഴുത്തുകാരൻ സ്വന്തം കൃതി മാറ്റി എഴുതുക എന്നുള്ളൊരു അസംബന്ധം വേറെ എവിടെയെങ്കിലും സാഹിത്യ ചരിത്രത്തിൽ കേട്ടിട്ടുണ്ടോ? പക്ഷേ ഇന്ത്യയിൽ അത് സംഭവിച്ചു. അതിൻ്റെ കാരണം, അതിൻ്റെ പ്രഷർ എന്ന് പറയുന്നത് ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രഷറായിരുന്നു. ഭക്തി പ്രസ്ഥാനത്തിൻ്റെ തള്ളിച്ച അത് 12-ാം നൂറ്റാണ്ടാകുമ്പോഴേക്ക് ഇന്ത്യയിൽ എങ്ങും വ്യാപിക്കാൻ തുടങ്ങി. അത് 18-ാം നൂറ്റാണ്ട് വരെ ഇന്ത്യയിൽ എല്ലാ വിധത്തിലും നാനാഭാവത്തിലും അതന്നെ വലിയൊരു വിഷയമാണ്. അത് നിലനിന്നു. അപ്പം അതിൽ കൃഷ്ണൻ്റെ കഥയായിട്ടാണ് മഹാഭാരതം ഒരു 8 നൂറ്റാണ്ടോളം കാലം ഒരു പാപപരിഹാരാർത്ഥം എന്ന പോലെ ദൈവത്തിൻ്റെ കഥയായിട്ട് മഹാഭാരതം എന്നുള്ള മനുഷ്യ കഥയെ, മനുഷ്യൻ്റെ എല്ലാ കൊള്ളരുതായ്മകളും എല്ലാ പ്രാകൃതത്വങ്ങളും എല്ലാ എന്താ പറയുക അപമാനിക്കലുകളും എല്ലാ രക്തച്ചൊരിച്ചിലുകളും നിറഞ്ഞ കഥയാണ് മഹാഭാരതം. അത് വീട്ടിൽ വെക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞത് ന്യായമില്ലായതല്ല. അത്ര വലിയ വിഷാദം, അത്ര വലിയ ദുഃഖം ആണ് അതിലുള്ളത്. അപ്പം അത് സാധാരണഗതിയിൽ വായിക്കപ്പെടേണ്ടതാണ് എന്ന്, കഥകളെല്ലാം മംഗളമായി തീരണം എന്ന് ആശിക്കുന്ന ഒരു സമൂഹത്തിൽ അത് നടക്കില്ല. അത് മാറ്റി എഴുതിയേ പറ്റൂ. അപ്പം അങ്ങനെ കൃഷ്ണൻ്റെ കഥയായിട്ട് മഹാഭാരതത്തിനെ മാറ്റി എഴുതി. അങ്ങനെ മാറ്റി എഴുതി മഹാഭാഗവതം, ശ്രീ മഹാഭാഗവതം എന്നുള്ള ഒരു കഥ ഉണ്ടാവുക. അത് മഹാഭാരതത്തിൻ്റെ സാനിറ്റൈസറായ, അതിൻ്റെ രക്തവും അതിൻ്റെ പാവവും അതിൻ്റെ ദോഷവും എല്ലാം കളഞ്ഞ് സർഫിട്ട് അലക്കി വൃത്തിയാക്കി ഭക്തിയുടെ മൂശയിൽ വാർത്ത് അങ്ങനെ ഉണ്ടാക്കിയ ഒരു വിശിഷ്ടമായിട്ടുള്ള കൃതിയായിട്ട് മഹാഭാഗവതം പിന്നെ ഇന്ത്യ മുഴുവൻ പ്രചരിക്കാൻ തുടങ്ങി. പിന്നെ ആദ്യത്തെ മഹാഭാരതം വിസ്മൃതിയിലേക്ക് ഇങ്ങനെ പോവുക. ഇപ്പം എഴുത്തച്ഛൻ തന്നെ മഹാഭാരതത്തിലെ കഥയൊക്കെ എടുക്കിച്ചാലും എല്ലാ പർവവും തുടങ്ങുന്നത് ഇത് ശ്രീകൃഷ്ണലീലയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ചെല്ലടോ ചെല്ലോ കൃഷ്ണലീലാമൃതം. ഇത് കൃഷ്ണലീലയുടെ അമൃതമായിട്ടാണ് ഈ മഹാഭാഗവതത്തിൽ അല്ല മഹാഭാരതം എഴുത്തച്ഛൻ പരിഭാഷ ചെയ്തു, സംഗ്രഹിച്ചു. അതിലൊക്കെ ഒരു പർവ്വത്തിൽ മാത്രമേ അല്ല ദൃശ്യവസ്തുതയുള്ളൂ. ബാക്കി എല്ലാത്തിലും ശ്രീകൃഷ്ണനെയോ വിഷ്ണുവിനെയോ സ്തുതിച്ചുകൊണ്ട് മാത്രമാണ് ഈ അദ്ദേഹം ഓരോ പർവ്വങ്ങളും സംഗ്രഹിച്ചത്. എല്ലാ ആളുകളും ഇപ്പം കേരളത്തിൽ ഉണ്ടായ കൃതികൾ, കൃഷ്ണഗാഥ, കുഞ്ചൻ നമ്പ്യാർ പോലും, അത് അദ്ദേഹം ഭക്തനേ അല്ല, പക്ഷെ അദ്ദേഹം പോലും ശ്രീകൃഷ്ണ കഥയാണ് ഈ കഥകളൊക്കെ എന്ന് പറഞ്ഞുകൊണ്ടാണ് എഴുതുക. അപ്പം ഈ പാരമ്പര്യം 1900 സ്വാതന്ത്ര്യ സമരം വരേക്കും നീണ്ടു നിന്നു. അങ്ങനെയുള്ളൂ. ആദ്യത്തെ മഹാഭാരതം വിസ്മൃതിയിലാണ്ടു. അത് ആരും വായിക്കാറില്ലാത്തായി, അത് വായിക്കേണ്ടതില്ലാത്തായി. അതിന് വ്യത്യസ്തമായിട്ടൊരു പാരമ്പര്യം ഉണ്ടായിരുന്നത് കേരളത്തിലാണ്. ഇവിടെ തിരുവല്ല ക്ഷേത്രം ആണ് കേരളത്തിലുണ്ടായ ആദ്യത്തെ ക്ഷേത്രം. അവിടെ ഈ മഹാഭാരതം ഒറിജിനൽ വായിച്ച് അർത്ഥം പറയുന്ന അതിന് ശമ്പളം കൊടുത്ത ആളെ നിർത്തിയായിരുന്നു. അത് MGS നാരായണൻ്റെ പെരുമാൾസ് ഓഫ് കേരളയിൽ ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ അതുപോലെ ഉണ്ണുനീലി സന്ദേശത്തിൽ മഹാഭാരത ഭട്ടന്മാർ ചെല്ലുന്ന മഹാഭാരത ശ്ലോകങ്ങൾ കേട്ടുകൊണ്ടാണ് നിങ്ങൾ അങ്ങ് കേട്ട് നീ പോയിക്കൊണ്ടാലും എന്ന ഒരാശംസയുണ്ട്. അപ്പോൾ ഇവിടെ മഹാഭാരതം ഒരു വായിക്കപ്പെടാവുന്ന കൃതിയാണെന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു. പക്ഷെ അതേസമയം അനവധി കാലം ഇപ്പോൾ P. ഗോവിന്ദപിള്ള പറയുന്നുണ്ട്, എൻ്റെ വീട്ടിൽ എല്ലാ പുസ്തകങ്ങളും ഉണ്ടായിരുന്നു, പക്ഷെ വീട്ടിൽ മഹാഭാരതം വെക്കാറില്ല. അദ്ദേഹം വലിയ വായനക്കാരനായിരുന്നു, പക്ഷെ വീട്ടിൽ മഹാഭാരതം വെക്കാറില്ല. ഇപ്പം എൻ്റെ വീട്ടിൽ മഹാഭാരതം ഇല്ല. ഒരുമാതിരി വീടുകളിലൊന്നും മഹാഭാരതം വീട്ടിൽ വയ്ക്കാറില്ല. പ്രത്യേകിച്ച് ഈ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യമായിട്ട് ഈ കുടുംബങ്ങളൊക്കെ ഭാഗം വെച്ച് പിരിയുക, അതുകൊണ്ടുള്ള ഭ്രാതൃകലഹങ്ങൾ ധാരാളമായിട്ട് ഉടലെടുക്കാൻ തുടങ്ങുക. അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ ഈ വലിയ ഫ്രാട്രിസൈഡാണ് ഇത്. സഹോദരന്മാരെ കൊല്ലുന്ന കഥയാണ്. അങ്ങനൊരു പുസ്തകം വീട്ടിൽ വെച്ച് പൂജിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പം അത് മനസ്സിൽ നിന്ന് അതിനെ ഒരു ഓർഗനൈസ് ഫോർഗെറ്റിംഗ് എന്ന് നമ്മൾ പറയും. ആസൂത്രിതമായ ഒരു മറവിയിലേക്ക് മഹാഭാരതം ഇങ്ങനെ ഇല്ലാതെ അതിലേക്ക് വീണുപോയി. ഇതാണ് ഈ സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പുള്ള മഹാഭാരത രചനയുടെ ഏറ്റവും പുറംവരകൾ കൊണ്ട് വരച്ചിടാവുന്ന ഒരു ചിത്രം. ഇതിനൊക്കെ സൂക്ഷ്മാംശങ്ങളിൽ വ്യത്യാസമുണ്ട്. ഇങ്ങനെ ആയിരിക്കെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ
വല്ലാത്തൊരു വേറൊരു ഒരു മാനം, അല്ലെങ്കിൽ വേറൊരു വ്യാഖ്യാനം, അല്ലെങ്കിൽ വേറൊരു ഉൾക്കൊള്ളൽ മഹാഭാരതത്തിനുണ്ടായി. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ വളരെ വെൽ ഡോക്യുമെന്റഡ് ആണത്. ആ കാലത്ത് ഉണ്ടായ ഇന്ത്യൻ സാഹിത്യ കൃതികളെ പഠിച്ച ഈ പമേല എന്ന് പറയുന്ന സ്ത്രീ എഴുതിയ പുസ്തകം എപ്പിക് നേഷൻ, അത് വെൽ ഡോക്യുമെന്റഡ് ആയിട്ട് പറയുന്നുണ്ട്. അതിൽ പറയുന്ന ഒരു കാര്യം, അന്ന് ഇത് പെട്ടെന്ന് ഈ ഭഗവാൻ എന്നുള്ള തുടങ്ങിയ കാര്യങ്ങളൊക്കെ മാറ്റി റിയലിസ്റ്റിക്കായ മനുഷ്യരുടെ കഥയായിട്ടത് മാറ്റി. ഒന്ന്. രണ്ടാമത്തത്, ഈ ബ്രിട്ടീഷുകാരും ഇന്ത്യക്കാരും ഇത് രണ്ടുപേരും കൗരവരും പാണ്ഡവരും എന്നുള്ള രണ്ട് ഇമേജിലേക്ക് അവരെ സാന്ദ്രീകരിച്ചെടുത്തു. ഇന്ത്യക്കാർക്ക് അവകാശപ്പെട്ട രാജ്യം അത് ബ്രിട്ടീഷുകാർ അത് തട്ടിക്കൊണ്ടുപോയി നമ്മളതിനെ യുദ്ധം ചെയ്ത് വീണ്ടെടുക്കും. അപ്പോൾ ബ്രിട്ടീഷുകാരൊക്കെ അപരന്മാരും ശത്രുക്കളും കൗരവരുമായി. പാണ്ഡവരോ അത് നമ്മളും നീതിമാന്മാരും നീതി അർഹിക്കുന്നവരും ആയ ആളുകളായി. അപ്പോൾ ബ്രിട്ടീഷുകാരും നമ്മളും തമ്മിലുള്ള യുദ്ധം ധർമ്മക്ഷേത്രവും കുരുക്ഷേത്ര യുദ്ധവും. അതുകൊണ്ട് പിന്നീട് എത്രയോ കാലം ഇന്ത്യയിലെ ഇലക്ഷനുകൾ വരെ കുരുക്ഷേത്രത്തിൽ കാണാം എന്നൊക്കെയാണ്. ഈ കുരുക്ഷേത്രം എന്ന് ഇന്ത്യയിൽ ഇത്രയധികം വ്യാപകമായതിൻ്റെ കാര്യം പണ്ടത്തെ മഹാഭാരത യുദ്ധം ഓർത്തിട്ടല്ല, ഈ സ്വാതന്ത്ര്യ സമരക്കാലത്ത് ഉണ്ടായ ഒരു ഉപമയാണത്. കുരുക്ഷേത്രത്തിൽ കാണാം. കുരുക്ഷേത്രം നമ്മളും എതിരാളികളും, അത് ഇന്ത്യക്കാരും ബ്രിട്ടീഷുകാരും തമ്മിൽ നടക്കുന്ന ഒരു ധർമ്മയുദ്ധത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് നമ്മുടെ നാട്ടിൽ ഉടനീളം വ്യാഖ്യാനിക്കപ്പെട്ടു. അപ്പം അങ്ങനെ ആകുമ്പോൾ എത്രയോ എല്ലാ ഭാഷകളിലും, മലയാളത്തിലായിരിക്കും കുറവ്, ബംഗാളിയിൽ, ഹിന്ദിയിൽ, മറാഠിയിൽ, കർണാടകത്തിൽ, തമിഴ്നാട്ടിൽ ഒക്കെ ഒരുപാട് കൃതികളുണ്ടായി. എല്ലാ കഥകളും. ഇപ്പോൾ കീചകവധം എന്ന് പറഞ്ഞാൽ ഉറപ്പാ. കീചകവധം എന്ന് പറഞ്ഞാൽ കീചകൻ മറ്റേ ബ്രിട്ടീഷുകാർ, ഈ മറ്റേ പാഞ്ചാലി അതിൻ്റെ വിക്റ്റിമായുള്ള ഇന്ത്യ, കൊല്ലുന്ന ആളുകൾ ധർമ്മത്തിന് വേണ്ടി കൊല്ലുന്ന വലത്. അപ്പോൾ എല്ലാ കഥകളും ഇങ്ങനെ, അത് ഇതിഹാസത്തിൽ രണ്ടിലും, രാമായണത്തിൽ നിന്ന് കുറച്ചേ എടുത്തിട്ടുള്ളൂ, ഇന്ദ്രജിത്ത് വധം പോലെയുള്ള, മേഘനാഥ വധം പോലെയുള്ള ചില കൃതികൾ. ബാക്കി മിക്ക ഇതിഹാസത്തിൻ്റെ പുനരാഖ്യാനങ്ങളും ഈ സ്വാതന്ത്ര്യ സമര പശ്ചാത്തലത്തിലേക്കുള്ള പുനരാഖ്യാനങ്ങളായിട്ട് മാറി. ഇതാണ് സ്വാതന്ത്ര്യ സമര കാലത്ത് ഉണ്ടായ വലിയൊരു വ്യത്യാസം. അപ്പോൾ അതോടുകൂടി ജവഹർലാൽ നെഹ്റുവാണ് ഇത്, ഈ മഹാഭാരതം എന്നുള്ളത് ഇതൊരു മതപരമായ കഥയേ അല്ല, ഇതൊരു മതക്കാർക്ക് വേണ്ടിയിട്ടുള്ള കഥയല്ല, ഇത് മനുഷ്യരാശിക്ക് അല്ലെങ്കിൽ ലോകത്തിന് ഇന്ത്യ നൽകിയ ഏറ്റവും വലിയ സംഭാവനയാണ്, ഇതൊരു സാഹിത്യകൃതിയാണ് എന്ന് ആദ്യമായി ഇന്ത്യയെ കണ്ടെത്തൽ എന്നുള്ള പുസ്തകത്തിലാണ് ജവഹർലാൽ നെഹ്റു പറയുന്നത്. അപ്പം അദ്ദേഹം ഭാരതത്തെ കണ്ടെത്തി, മഹാഭാരതത്തിനെയും കണ്ടെത്തി. അപ്പം അത് ഈ ഭക്തി സാഹിത്യത്തിന് ശേഷം വരുന്ന ഭാഗവതവൽകൃതമായിട്ടുള്ള മഹാഭാരതമല്ല, നേരെ മറിച്ച് മഹാഭാരതം തന്നെയാണ്. ആ ആദ്യ വിസ്മൃതമായ മഹാഭാരതത്തിനെ റിനൈസൻസ് പീരീഡിൽ എന്ന പോലെ വിസ്മൃതിയിൽ നിന്ന് ഉയർത്തി നമ്മുടെ നാടിൻ്റെ മധ്യത്തിലേക്കും ജനഹൃദയങ്ങളുടെ മധ്യത്തിലേക്കും സമകാലിക സന്ദർഭത്തിലേക്കും കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു. ഇതാണ് സ്വാതന്ത്ര്യ സമരകാലത്ത് മഹാഭാരതത്തിന് ഉണ്ടായിട്ടുള്ള ഒരു വലിയ പരിണാമം. അതിനോടൊപ്പം തന്നെ വേറൊരു മഹാദുരന്തം ഉണ്ടായി സ്വാതന്ത്ര്യ സമരകാലത്ത്. അത് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം, അതിന് തൊട്ട് മുമ്പും ഉണ്ടായ വിഭജനങ്ങളുടെ കഥയാണ്. മഹാഭാരതം വിഭജനങ്ങളുടെ കഥയാണ്. അത് എല്ലാത്തിനും ഒരു നടുവിലൊരു രേഖ വരച്ചു കഴിഞ്ഞാൽ എല്ലാം വിഭജിക്കപ്പെട്ട് നിൽക്കുകയാണ്. ധർമ്മം, അധർമ്മം, സഹോദരൻ, അമ്മാമൻ, മരുമകൻ, ഗുരു, ശിഷ്യൻ, എല്ലാത്തിനും നടുക്കൂടെയാണ് എല്ലാ ഹൃദയങ്ങളെയും ഭേദിച്ചുകൊണ്ട് ഒരു ഹൃദയഭേദക രേഖ ഈ മഹാഭാരതത്തിൽ ഉടനീളം അങ്ങനെ വരികയാണ്. ഒരാളപ്പുറത്താവും, ഒരാളിപ്പുറത്താവും. ചിലപ്പോൾ ആ രേഖ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവും, ചിലപ്പോൾ ആ രേഖ ഇങ്ങോട്ട് കിടക്കും. ഇങ്ങനെ രണ്ടായി വിഭജിക്കപ്പെട്ടവരുടെ കഥയാണ്. അപ്പോൾ ആ കഥയിൽ ഇന്ത്യക്കൊരു പ്രസക്തിയുണ്ട്. കാരണം ഹിന്ദു മുസ്ലിം ലഹള, അതിൻ്റെ രൂക്ഷമായിട്ടുള്ള വേദനകൾ,
അതിൻ്റെ പശ്ചാത്തലത്തിലാണ് എന്താ പറയുക, കുട്ടികൃഷ്ണമാരാർ 1948 മഹാഭാരതത്തെ പറ്റി ഒരു പുസ്തകം എഴുതും, ഭാരത പര്യടനം. അപ്പോൾ ഭാരത പര്യടനത്തിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് വലിയ വേദനാജനകമായിട്ടുള്ള ഇന്ത്യ വിഭജന കാലത്തെ ഒരു പശ്ചാത്തലമാണ്. അപ്പോൾ അതിൽ അദ്ദേഹം ഒരു പാരഗ്രാഫ് ഉപയോഗിച്ച് തന്നെ പറയുന്നുണ്ട്, ഇതിൽ കൃഷ്ണൻ ദുര്യോധനോട് ദൂത് പറയാൻ ചെന്നത് കലഹിച്ചു നിൽക്കുന്ന രണ്ട് സമുദായങ്ങളുടെ മധ്യത്തിൽ ശാന്തി ദൂതുമായിട്ട് നടന്ന മഹാത്മാഗാന്ധിയെ ഓർമ്മിപ്പിക്കുന്നതാണ് എന്ന് ഒരു വലിയ നീണ്ട പാരഗ്രാഫ്. ഭഗവത്ഗീത എന്നുള്ള അതിൻ്റെ അധ്യായത്തിൻ്റെ അവസാനത്തിലെ സാരം അതാണ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് വീണ്ടും സമകാലികമാകും. അപ്പോൾ മാരാർ ചെയ്തത് ആ സ്വാതന്ത്ര്യം കിട്ടുന്ന ആദ്യഘട്ടത്തിൻ്റെ അല്ല, അത് കിട്ടിക്കഴിഞ്ഞിട്ടുള്ള ആ യുദ്ധാനന്തരം ഉണ്ടായ വിഭജനത്തിൻ്റെ, സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഉണ്ടായ വിഭജനത്തിൻ്റെ, കൂട്ടക്കൊലയുടെ, മഹാഭാരതം ഹിംസയെ ഇത്രയധികം ഘോഷിക്കുന്ന ഒരു കൃതിയില്ല. ഒരു കുരുക്ഷേത്ര യുദ്ധം മാത്രമല്ല യുദ്ധം, അതിൻ്റെ മുമ്പ് എത്രയോ യുദ്ധങ്ങളുണ്ട്. അതുപോലെ അതിന് ശേഷം ചെറുയുദ്ധങ്ങൾ വേറെയുണ്ട്. യുദ്ധത്തിൻ്റെ ആയോധനത്തിൻ്റെ കലയെ, അല്ലെങ്കിൽ ആയോധനം എന്നുള്ള ആ വ്യാപാരത്തെ ഇത്രയധികം ഒരു ഭാവനയുടെ കേന്ദ്രമായിട്ട് വികസിപ്പിച്ച് എന്തെല്ലാം ആയുധങ്ങളായാലും, ഒരു പലതരത്തിലുള്ള ആയുധങ്ങൾ, പാമ്പായിട്ട് വന്ന് കൊത്തുന്നവ, തീയായിട്ട് വന്ന് ആക്രമിക്കുന്നവ, വായുവായിട്ട് വീശുന്നവ, ഇങ്ങനെ എല്ലാ വിധത്തിലും മനുഷ്യന് സങ്കല്പിക്കാവുന്ന നാശത്തിൻ്റെ എല്ലാ ഉപകരണങ്ങളെയും ഇങ്ങനെ വളരെ മാഗ്നിഫൈ ചെയ്തിട്ട് അതുകൊണ്ട് നടത്തുന്ന കൊലകൾ, അത് ഈ തലമുറയല്ല, ഇനി ജനിക്കാനിരിക്കുന്ന കുട്ടി ആ മാതാവിൻ്റെ ഉദരത്തിൽ ചെന്ന് അതിനെ നശിപ്പിക്കുന്നവരുള്ള ആയുധങ്ങൾ, ഇങ്ങനെ ആയുധങ്ങളുടെ വലിയൊരു പ്രദർശനശാലയാണ് മഹാഭാരതം. അതിനോടൊപ്പം തന്നെ ഈ ആയുധങ്ങളുടെയും ഒക്കെ ഒരു നിരർത്ഥകത, അത് വലിയ വിഷാദമായിട്ട് അതിൽ വരും ചെയ്യും. ഇങ്ങനെ ഉള്ള ഒരു പശ്ചാത്തലത്തിലാണ് കുട്ടികൃഷ്ണമാരാർ ഈ ഭാരത പര്യടനം എന്നുള്ള പുസ്തകം എഴുതി. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ മഹാഭാരതം ആദ്യന്തം വായിച്ചുകൊണ്ടല്ല ഇതിനെഴുതിയത്, ഞാൻ അത് എഴുതിയത് ഒരു പ്രൂഫ് വായിക്കുമ്പോഴാണ്. കുട്ടികളുടെ മഹാഭാരതം എന്ന ബംഗാളി പുസ്തകത്തിൻ്റെ മലയാള പരിഭാഷ മാതൃഭൂമി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രൂഫ് വായിക്കുമ്പോൾ ഒരു സന്ദർഭം, ഒരു യുദ്ധാനന്തര സന്ദർഭം അതിൽ കണ്ടു. അതെന്താ, ദുര്യോധനൻ്റെ സഹോദരിയായ ദുശ്ശള, അവർ മരിക്കാത്ത തൻ്റെ പേരമകനെയും കൂട്ടിയിട്ട് അർജുനൻ്റെ മുമ്പിൽ വന്നിട്ട് ഈ ഒരു കുഞ്ഞിനെയെങ്കിലും നിങ്ങൾ എനിക്ക് വിട്ടുതരണേ എന്ന് പ്രാർത്ഥിക്കുന്ന, അദ്ദേഹത്തിന് ആവശ്യപ്പെടുന്ന ആ ഒരു രംഗം വായിക്കുമ്പോൾ അദ്ദേഹം പറയും, ഞാൻ കണ്ണു നിറഞ്ഞു, എനിക്കതിനെപ്പറ്റി എന്തെങ്കിലും ഒന്ന് എഴുതിയാലേ നിവൃത്തിയുള്ളൂ എന്ന അവസ്ഥ വന്നു. ഞാൻ അതിനെപ്പറ്റി ഒരു പ്രബന്ധം എഴുതി. പിന്നെയാണ് ഞാൻ മറ്റ് പ്രബന്ധങ്ങളൊക്കെ എഴുതി, ആകെപ്പാടെ 18 പ്രബന്ധങ്ങൾ എഴുതി. 18 പർവ്വങ്ങളുള്ള മഹാഭാരതത്തിൻ്റെ ഒരു മിനിയേച്ചർ എഡിഷനായിട്ട് ഈ 18 എന്താ പറയണ്ടേ അധ്യായങ്ങളുള്ള ഒരു പുസ്തകം എഴുതി. അങ്ങനെയാണ് യാദൃച്ഛ്യം, അല്ലാണ്ട് ഇപ്പം ഞാൻ ഈ ബുക്ക് എഴുതുന്ന പോലെ പ്ലാൻ ചെയ്തിട്ടൊന്നും അല്ല എഴുതിയത്. അദ്ദേഹം വന്നപാട് തനിക്ക് ഹൃദയത്തിൽ തട്ടിയ ഓരോ സന്ദർഭങ്ങളെയും അനലൈസ് ചെയ്ത് എന്താണ് അതിൻ്റെ ധാർമ്മിക പാഠം എന്ന് ആളുകളെ ബോധ്യപ്പെടുത്താനായിട്ടൊരു സാരം എഴുതും. അപ്പോൾ ആദ്യം ഒരു സംഭവം വിവരിക്കും, അത് കഴിഞ്ഞ് അതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠം എന്താണ്, അതിൻ്റെ അർത്ഥം എന്താണ്, അത് ധാർമ്മികമായിട്ട് അതിനെന്താണ് അതിൻ്റെ കരുത്ത്. അപ്പോൾ ഒരു ധാർമ്മിക പുസ്തകമായിട്ടാണ് അദ്ദേഹം മഹാഭാരതത്തെ വായിച്ചത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകണ്ടേ? അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഇതൊന്നും അല്ലാത്ത വേറൊരു രീതിയിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇതിനെ മറന്നുകൊണ്ടേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം ഇത് വായിച്ചു കഴിഞ്ഞാൽ ഈ മഹാഭാരതത്തിൽ എന്ന പോലെ ഭാരത പര്യടനത്തിലും ആൾ വീഴുന്നുള്ള കാര്യം ഉറപ്പാണ്. മഹാഭാരതം എത്ര കൊണ്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണോ, അത്ര പോലെ ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമാണ് ഭാരത പര്യടനം. അതുകൊണ്ട് ഞാൻ 15 കൊല്ലം ഭാരത പര്യടനത്തിൽ എന്താ ഉള്ളതെന്ന് ആലോചിച്ചേ ഇല്ല, മറന്നു. ഓർഗനൈസ് ഫോർഗെറ്റിംഗ് ഞാനും ശീലിച്ചു. മറക്കുക, അതിലെന്താ ഉള്ളത് നമ്മൾ ആലോചിക്കേണ്ട. മാത്രമല്ല
ഇതുവരെ ഇപ്പോൾ ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു മഹാഭാരത പുസ്തകവും നിങ്ങൾ വായിക്കേണ്ട തീരുമാനിക്കുക, അതൊക്കെ മറക്കുക. എന്നിട്ട് ഫ്രഷായിട്ട് നിങ്ങൾ മഹാഭാരതം ടെക്സ്റ്റ് വായിക്കുക. അപ്പം ഈ ടെക്സ്റ്റ് കുഞ്ഞുകുട്ടൻ തമ്പുരാൻ്റെയാണ്. അതെങ്ങനെയാ ടെക്സ്റ്റ് വന്ന് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് മഹാഭാരത് എന്നുള്ള ആ 1.25 ലക്ഷം ശ്ലോകങ്ങളുള്ള ഒരു പുസ്തകത്തിന് ശ്ലോകത്തിന് വൃത്തത്തിന് വൃത്തം വാക്കിന് വാക്ക് അങ്ങനെ 2.25 കൊല്ലം കൊണ്ട് കുഞ്ഞുകുട്ടൻ തമ്പുരാൻ പരിഭാഷ ചെയ്തു. ആ പരിഭാഷയെ പറ്റിയിട്ട് അത് കണ്ടിരുന്ന ഒരാൾ എഴുതും, ഒരു വെറ്റില 100 തേച്ച് ഞാൻ അരുളും മുമ്പ് തരുമേ കൃതി തീർത്ത് പാരിൽ ഏതൊരു വിദ്വാന് സുസാധമിപ്പണി. ഒരു വെറ്റില 100 തേച്ചു തരുന്നതിന് മുമ്പ്, എനിക്ക് ശ്ലോകം കൃത്യമായിട്ട് ഓർമ്മയില്ല, അതാണ് അതിൻ്റെ അർത്ഥം. അതായത് ഒരു വെറ്റില മുറുക്കാൻ എത്ര സമയം വേണോ ആ സമയം കൊണ്ട് ഒരു പദ്യത്തിൻ്റെ അർത്ഥം അദ്ദേഹം എഴുതിയെടുക്കും. ഇങ്ങനെയുള്ള ഒരു അത് ഇന്ത്യയിൽ ഉടനീളം ഉണ്ടായ മഹാഭാരത പരിഭാഷകൾ ഒന്നും തന്നെ ഇങ്ങനെ വൃത്താനുവൃത്തം പദാനുപദമായിട്ടില്ല. ആ ഒരു ചെയ്തി അല്ലെങ്കിൽ പരിഭാഷാ കൃത്യം നിർവഹിച്ചത് മലയാളമാണ്. മാത്രമല്ല മലയാളത്തിലാണ് അന്ന് ഏറ്റവും വലിയ എന്താ പറയുക പരിഭാഷാ യത്നങ്ങളൊക്കെ ഉണ്ടായില്ല. ഋഗ്വേദം പരിഭാഷ ചെയ്തു, വാൽമീകി രാമായണം പരിഭാഷ ചെയ്തു, മഹാഭാരതം പരിഭാഷ ചെയ്തു. ഇങ്ങനെ വലിയ ക്ലാസിക്കുകളൊക്കെ നമ്മുടെ ഭാഷയ്ക്ക് അഭിഗമ്യമാക്കി. ആ പുസ്തകം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞാനില്ല, കുട്ടികൃഷ്ണന്മാരുണ്ടോ, അദ്ദേഹം സംസ്കൃതം നോക്കിയിട്ടില്ല, പക്ഷേ ഞാനുണ്ടാവില്ല, എന്നെപ്പോലുള്ള അസംഖ്യ ആളുകൾ ഉണ്ടാവില്ല, MT വാസുദേവൻ നായർ രണ്ടാമൂഴം ഉണ്ടാവില്ല, അങ്ങനെ ഒരുപാട് PK ബാലകൃഷ്ണൻ്റെ ഇനി ഞാൻ ഉറങ്ങേറ്റം ഉണ്ടാവില്ല. ഇതെല്ലാം ഈ പുസ്തകം പദാനുപദമായി മൂലത്തിൽ എന്താണോ അത് അതേപോലെ മലയാളത്തിൽ ലഭ്യമായതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ നമ്മുടെ ആദ്യത്തെ പ്രണാമം ചെന്ന് ചേരേണ്ടത് മഹാകവി കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് എന്നെനിക്ക് വളരെ സന്തോഷത്തോടും അഭിമാനത്തോടും കൃതജ്ഞതയോടും കൂടി പറയേണ്ടത്. അത് ഞാൻ എന്താ പറയേണ്ടത്, എതിർച്ചയാണ് അതിൽ ചെന്ന് പെട്ടത്. ഈ കണ്ണൂർ ആയിരിക്കുമ്പോൾ, മാതൃഭൂമിയിലായിരിക്കുമ്പോൾ ഉച്ച സമയം ഫ്രീ ആണ്. ഞാൻ ആ കണ്ണൂർ ലൈബ്രറിയിൽ പോയിരിക്കും. അപ്പോൾ അവിടുന്ന് നോക്കാൻ തുടങ്ങി. പിന്നെ അത് നോക്കാൻ പറ്റിയില്ല. പിന്നെ കോട്ടയത്ത് ഭാഷാഭൂഷണിയിലായിരിക്കുമ്പോൾ എൻ്റെ സഹപ്രവർത്തകനായിട്ടുള്ള KM വേണുഗോപാൽ, അദ്ദേഹം നിരൂപകനാണ്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയപ്പോൾ ഇതായിരിക്കണം 6 വോള്യങ്ങൾ, 800 പേജ് വീതമുള്ള 6 വോള്യങ്ങൾ. അത് ഞാൻ അദ്ദേഹത്തോട് വായ്പ ചോദിച്ച് വീട്ടിൽ കൊണ്ടിരുന്ന് വായിച്ചു. ഒരു 3-4 കൊല്ലം എടുത്തു വായിക്കാൻ. 6000 പേജുണ്ട്, പെട്ടെന്ന് അങ്ങനെ വായിച്ചു പോകാൻ പറ്റില്ല. അങ്ങനെ വായിച്ച് 6000 പേജ് ഞാൻ മുഴുമിച്ചു. പിന്നെ ഒരു പ്രാവശ്യം ഞാൻ 2010 എൻ്റെ മകളെ കാണാൻ പോയി. മകള് അമേരിക്കയിലാണ്. അപ്പോൾ മകളുടെ ഭർത്താവ് ദീപു എന്ന് പറയും, അയാൾ വളരെ നല്ല വായനക്കാരനാണ്, വളരെ നല്ല ഗൗരവപ്പെട്ട കൃതികൾ വായിക്കുന്ന ആളാണ്. അപ്പോൾ അയാളുടെ വീട്ടിൽ പോയപ്പോൾ അവിടെ ഇരിക്കുന്നു ഹിന്ദുസ് എൻ ആൾട്ടർനേറ്റീവ് ഹിസ്റ്ററി എന്ന പേരിൽ ഡോണി വെൻഡിഗർ എന്നുള്ള ഷിക്കാഗോയിലെ ഇൻഡോളജിസ്റ്റായ പ്രൊഫസർ എഴുതിയ പുസ്തകം. ഞാനത് മറിച്ച് നോക്കിയപ്പോൾ അതിലൊരു ചാപ്റ്റർ മഹാഭാരതത്തിനെ പറ്റിയാണ്. അപ്പം ഞാൻ അതിൽ താല്പര്യപൂർവ്വം അത് നോക്കി. അപ്പോൾ നോക്കിയപ്പോൾ അതിൽ എഴുതിയേർക്കുകയാണ് അത്ഭുതകരമായിട്ടുള്ള വാക്യമുണ്ട്. ഈ യുദ്ധാനന്തരം വിഷാദം കൊണ്ട് വളരെ ദുഃഖിച്ച് അവശനായി, അയാൾക്ക് എല്ലാം കൊണ്ടും വിഷാദമാണ്. ഒരു 3 വോള്യം ഇയാളുടെ ദുഃഖിതനായിട്ടുള്ള ധർമ്മപുത്രരെ പറ്റിയാണ്. അയാൾക്ക് ഉപദേശങ്ങൾ, മാറ്റി തീർക്കാനുള്ള പ്രേരണകൾ. അപ്പോൾ ഇത്ര വിഷാദം അനുഭവിക്കുന്ന ധർമ്മപുത്രർ, അത് അശോകൻ കലിംഗ യുദ്ധം വിജയിച്ചിട്ടും, ധർമ്മപുത്രൻ വിജയിക്കുകയാണല്ലോ ചെയ്ത്, വിജയിച്ചിട്ടും വിഷണ്ണനായിട്ടുള്ള അശോക ചക്രവർത്തിയുടെ ഒരു പ്രതിരൂപമാവാം എന്നുള്ളൊരു വാക്യം, അത് എൻ്റെ മനസ്സിൽ ഒരൊറ്റ ഇടിമിന്നൽ, ഒരു രാത്രിയെ മുഴുവൻ വിളക്കിക്കൊണ്ട് പ്രകാശിക്കും പോലെ, ആകാശത്തെ പ്രകാശിപ്പിക്കുന്നത് പോലെ എൻ്റെ മനസ്സിനെ വല്ലാതെ വിളക്കി. അപ്പോൾ എനിക്ക് വളരെ ഉന്മേഷമായി. ഇത് ഒരു വെളിച്ചം എനിക്കും കിട്ടി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? മഹാഭാരതത്തിലേക്ക് ചരിത്രം പ്രവേശിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ചരിത്രം എന്നുള്ളത് നിങ്ങൾ വേറെ ഗവേഷണം കൊണ്ട് നേടിയെടുക്കേണ്ടതല്ല. അത് കഥാപാത്രത്തിൽ ഇൻസ്ക്രൈബ്ഡോ
സബ്സ്ക്രൈബ്ഡോ ഒക്കെ അല്ലെങ്കിൽ സൂപ്പർസ്ക്രൈബ്ഡോ ആയി അതിലുണ്ട്. അത് വേറൊരു ആസ്വാദനത്തിന് കിട്ടിയ ഒരു വലിയ ഒരു വെളിച്ച. അതായത് ഇതിൻ്റെ ചരിത്രം എന്ന് കോസമ്പി അന്വേഷിക്കുന്ന പോലെ നിങ്ങൾ അത് എൻ്റെ സാഹചര്യം അതായിരുന്നു, മറ്റെൻ്റെ സാഹചര്യം ഇതല്ല. ഈ കഥാപാത്രത്തിനെ എടുത്താൽ അതിൻ്റെ രൂപവൽക്കരണത്തിൽ പല സാധനങ്ങളുടെയും ഛായകൾ അതുപോലെയല്ല അങ്ങനെ വന്നു വീണിട്ടാണ് ഈ കഥാപാത്രങ്ങൾ ഉണ്ടാവുന്നത്. ഇത് വലിയ സാഹിത്യ നിരൂപണപരമായ ഉപദർശനമാണ്, ഇത് ചരിത്രപരമായ ഉപദർശനമാണ്. അതാണ് എന്നെ യഥാർത്ഥത്തിൽ ഈ പുസ്തക രചനയിലേക്കും പുതിയ ഉൾക്കാഴ്ചകളിലേക്കും ഒക്കെ നയിക്കുന്നത്. അപ്പം ചരിത്രം അതിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ് മാരാർക്ക് ശേഷമുള്ള മഹാഭാരത പഠനങ്ങളുടെ ഏറ്റവും വലിയ ഒരു സവിശേഷത. അതെങ്ങനെയാണ് അത് വരണമെന്ന് നോക്കാം. അപ്പം അക്കാലത്ത് ഈ എന്താണ് അക്കാലം, ഏത് കാലം? അപ്പം ഞാൻ പറഞ്ഞു 1000 കൊല്ലം കൊണ്ടാണ് ഇത് എഴുതി തീർത്തത്. അപ്പം ഈ കാലം എന്ന് പറയുന്നത് അശോകൻ്റെയൊക്കെ കാലമാണ്. അശോകൻ്റെ കാലം എന്ന് പറഞ്ഞാൽ BC 3-ാം നൂറ്റാണ്ടൊക്കെയാണ്, 320 അല്ലേ. അപ്പം അദ്ദേഹം ആ കാലത്ത് എഴുതി വെച്ച് 33ഓളം ശിലാശാസനങ്ങളും സ്തംഭത്തിൽ എഴുതിയ ശാസനങ്ങളൊക്കെ നാട്ടിൻ്റെ നാനാഭാഗത്തും വെച്ചിട്ടുണ്ട്. അപ്പം അതിൽ അദ്ദേഹം ആത്മകഥാപരമായിട്ട് ശാസനം എഴുതിയിട്ടുണ്ട്. അതിലെന്താ അതിൽ പറഞ്ഞത്? ഞാൻ എന്തെന്ത് ക്രൂരകൃത്യങ്ങളാണ് ചെയ്തത്. ഞാൻ അനേകം ലക്ഷം ആളുകളെ ഡീപ്പോർട്ട് ചെയ്തു, അനേക ലക്ഷം ആളുകളെ കൊന്നു, അനേക ലക്ഷം ആളുകൾ പരാജിതരായും ദുഃഖിതരായും കിടക്കുന്നു. ഇവരൊക്കെ ദുഃഖം അനുഭവിക്കുന്നു. ഇവരെല്ലാം ദുഃഖമനുഭവിക്കുന്നു എന്നുള്ളത് ഈ പ്രിയദർശി മഹാരാജാവിനെയും ദുഃഖിതനാക്കുന്നു എന്നുള്ളതാണ് ഒരു ശാസനം. ഒരു രാജാവും അവനവൻ്റെ വിജയകഥകളല്ലാതെ പരാജയ കഥകൾ ഇങ്ങനെ എല്ലാവർക്കും കാണാനായിട്ട് ഒരു വെളിപ്പറമ്പിൽ സ്തംഭമായിട്ട് ശാശ്വത കാലത്തേക്ക് വേണ്ടിയിട്ട് എഴുതിയിട്ടുണ്ടാവില്ല. തൻ്റെ പരാജയ കഥയാണ് അദ്ദേഹം പറയുന്നത്, വിജയകഥയല്ല, പരാജയം. നിങ്ങളുടെയൊക്കെ ഇത്രയും മനുഷ്യരെ കൊന്ന ഞാൻ ദുഃഖിതനായിരിക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും വായിക്കാനും എഴുത്തറിയാവുന്നവർ വളരെ കുറച്ച് ആളുകൾ ഉണ്ടാവുള്ളൂ എന്ന് എല്ലാവരെയും അറിയിക്കാനുമായിട്ട് ഒരു സ്തംഭം കൊത്തി ഇന്ന് ഏതെങ്കിലും ഒരു ഭരണാധികാരി ഞാൻ എൻ്റെ ഭരണത്തിൽ പരാജിതനായിരിക്കുന്നു എന്ന് വലിയൊരു ബോർഡെങ്കിലും ഒരു ഫ്ലക്സ് വയ്ക്കാൻ പറ്റുമോ? ഒരു ഫ്ലക്സും വയ്ക്കില്ല. ഞാനിതാ പരാജയനായിരിക്കുന്നു ജനങ്ങളെ, എൻ്റെ കാര്യം ബഹു കഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഭരണാധികാരി നമ്മുടെ നാട്ടിൽ കോഴിക്കോട് ഈ മീഞ്ചലിൻ്റെ മുക്കിൽ ഒരു ഫ്ലക്സ് വയ്ക്കുമോ? എല്ലാവരും അവനവൻ റോഡ് വെട്ടി, അവനവൻ മറ്റത് വെട്ടി, അവൻ പഞ്ചായത്തിൽ ഈ സ്കൂളിൽ ഇത്ര ഗ്രേഡ് കിട്ടി, A+ കിട്ടി എന്നുള്ള ബോർഡല്ലേ വെക്കുള്ളൂ, എന്ന ഫ്ലക്സല്ലേ വെക്കുള്ളൂ. പക്ഷേ അശോക മഹാരാജാവ് ചക്രവർത്തി അതല്ല ചെയ്ത്. അദ്ദേഹം തൻ്റെ വേദന, ദുഃഖം, പരാജയം ഇതെല്ലാം സകലർക്കും കാണുമാറ് ഒരു വലിയ ശിലാശാസനമായിട്ട് എന്നെന്നും നിലനിൽക്കാനായിട്ട് അവിടെ എഴുതി വയ്ക്കാൻ. അത് ഒരു വലിയ കഥയാണ്. അപ്പോൾ അശോകൻ്റെ കഥ എങ്ങനെയാണ് എന്ന് അത് പിന്നെ ചരിത്ര പുസ്തകങ്ങൾ നോക്കാം. അപ്പോൾ റോമിയോ താപ്പർ ഉണ്ട്, ഡിക്ലൈൻ ആൻഡ് ഫാൾ ഓഫ് മൗര്യൻ എംപയർ എന്നുള്ള പുസ്തകമുണ്ട്, അങ്ങനെ പല പുസ്തകങ്ങളുണ്ട്. അപ്പോൾ അതിൽ നോക്കിയപ്പോൾ പിന്നെ ഐതിഹ്യ കഥകളുണ്ട്. അപ്പോൾ അതിൽ നോക്കിയപ്പോൾ അശോകനും ഈ ധർമ്മപുത്രനായിട്ട് വലിയ സാമ്യങ്ങളുണ്ട്. അദ്ദേഹത്തിനും 99 സഹോദരന്മാരായിരുന്നു ഉണ്ടായിരുന്നത്. 99 അതിശയോക്തിയാവാം, 6 എന്ന് വേറൊരു പുസ്തകത്തിൽ പറയുന്നുണ്ട്. ചിലപ്പോൾ 6 സഹോദരന്മാരായിരിക്കാം. അങ്ങനെ ആ സഹോദരന്മാരെ മുഴുവൻ കൊന്നൊടുക്കിയ ആളാണ് പൂർവാശ്രമത്തിലെ അശോകൻ. അങ്ങനെയാണ് അദ്ദേഹം സുഷിമ എന്നൊരു അങ്ങനെ കുറേ കഥകളുണ്ട്. അപ്പോൾ അങ്ങനെ രക്തം ചൊരിഞ്ഞാണ് അദ്ദേഹം രാജപദവിയിലെത്തിയത്. രാജപദവിയിലെത്തിയപ്പോഴും രക്തം ചൊരിയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്താപം അദ്ദേഹത്തെ ബുദ്ധമതത്തിലേക്ക് കൊണ്ടുചെല്ലും. ആ ഒരു പരിണാമം, ബുദ്ധമതം എന്നൊരു സംഗതി മഹാഭാരതത്തിലേക്ക് പ്രവേശിക്കുക. അതുവരെ അങ്ങനത്തെ റീഡിങ്ങേ ഇല്ല. ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു, ഞാൻ എഴുതുന്നതിന് മുമ്പ് ഒരാളും മഹാഭാരതത്തിൽ ബുദ്ധമതത്തിൻ്റെ ഒരു ക്യാരക്ടറോ ഒരു എലിമെൻറ്റോ ഉണ്ടെന്ന് പറഞ്ഞതായിട്ട് ഞാൻ വായിച്ചില്ല. ഞാൻ വായിക്കാതെ എൻ്റെ പരിമിതിയായിരിക്കാം. പക്ഷേ അങ്ങനെ ഞാൻ പ്രത്യക്ഷമായിട്ട് കണ്ടിട്ടില്ല.
അപ്പോൾ ഈ ബുദ്ധമതം ഇതിലേക്ക് കടന്നു വരുന്നു എന്നാവുമ്പോൾ പിന്നെ നമ്മളത് അന്വേഷിക്കുകയാണ്. ഇതിൽ ബുദ്ധമത ആദർശങ്ങളെ ഈ ധർമ്മപുത്രർ പ്രശംസിക്കുന്നുണ്ടോ? നോക്കുമ്പോൾ ബുദ്ധമത ആദർശങ്ങളെയാണ് അദ്ദേഹം പ്രശംസിക്കുന്നത്. തൃഷ്ണ, എല്ലാം തൃഷ്ണ കൊണ്ട് ആണ് നശിക്കുന്നത്, തൃഷ്ണ കൊണ്ട് ഇന്ന പാപങ്ങൾ വരുന്നു എന്നിങ്ങനെ എത്രയോ തവണ ബുദ്ധമത ആശ്ലേഷിയായ ധർമ്മപുത്രരെ നമ്മൾ കാണുന്നു. ഇങ്ങനെയാണ് ചരിത്രത്തിൽ നിന്നുള്ള ഉൾക്കാഴ്ചകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് എന്ന് പറയുന്നത്. അപ്പം ഇത് അങ്ങനെ വന്നു. അപ്പം നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയാണ്. ഈ ബുദ്ധമതത്തിൻ്റെ ഈ ആശ്ലേഷം ഉണ്ടെങ്കിൽ ബുദ്ധമതവും ഈ ഹിന്ദുമതം അല്ലെങ്കിൽ ബ്രാഹ്മണ മതം, വൈദിക മതം, നാസ്തികൻ എന്നാണ് പറയുക. നാസ്തികൻ എന്ന് പറഞ്ഞാൽ വേദത്തിൻ്റെ അസ്തിത്വത്തെ നിഷേധിക്കുന്നവർ എന്നാണ്. വേദപ്രാമാണ്യം അംഗീകരിക്കാത്തവർ, അത് ബുദ്ധിസ്റ്റുകളാണ്. ബുദ്ധിസ്റ്റുകൾ, അതുപോലെ ആജീവകന്മാർ, ജൈനന്മാർ, ഇവരെല്ലാമാണ് നാസ്തികർ എന്ന് പറയുക. അല്ലാതെ ഇന്ന് നമ്മൾ പറയുന്ന പോലെ ഈശ്വര വിശ്വാസികളല്ലാത്തവർ എന്നല്ല നാസ്തികർ എന്നുള്ളതിന് അർത്ഥം. മനുസ്മൃതിയിൽ പറയും നാസ്തികോ വേദനിന്ദക. അപ്പൊ ഇത്തരം നാസ്തികന്മാരും വേദനിന്ദകരുമായ ആളുകൾ, അപ്പൊ അങ്ങനത്തെ ഉള്ള ആളുകൾ എന്താ ഞാൻ പറഞ്ഞു? വേദനിന്ദ, ഇങ്ങനെയുള്ള മറ്റേ ആളുകൾ ധാരാളം ഉണ്ടായിരുന്നു അന്ന് അശോകന്റെ കാലത്ത്. മാത്രമല്ല അശോകൻ അവരുടെയൊക്കെ സദസ്സ് വിളിച്ചു കൂട്ടി ഒരു ഭാഗത്ത് ബ്രാഹ്മണരെയും ഒരു ഭാഗത്ത് ഈ ബൗദ്ധരെ ഇരുത്തിയിട്ടുള്ള സംവാദങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഏതാണ് സത്യമെന്ന് അദ്ദേഹത്തിന് അറിയണമല്ലോ. അങ്ങനെ അറിഞ്ഞ് അദ്ദേഹത്തിന് ബുദ്ധമതത്തിനോടാണ് ആനുകൂല്യം തോന്നിയത്. അദ്ദേഹം കരുണ എന്നുള്ള സംഗതി ആണ് തൻ്റെ വ്യക്തിപരമായ വിശ്വാസമായിട്ട് എടുത്തത്. അതേസമയം രാജ്യത്തൊട്ടാകെ എല്ലാവരും മറ്റേ ഒന്നിനെയും കൊല്ലരുത് അങ്ങനെയൊന്നുമില്ല, ഭക്ഷണത്തിന് വേണ്ടി കൊല്ലാം, അതൊക്കെ ന്യായമാണ്, മനുഷ്യൻ്റെ അന്നല്ലേ. ഇങ്ങനെ തരത്തിലുള്ള ലിബറലായ ഒരു രാജമതമായിട്ട് ഈ എന്താ പറയണ്ടേ ബുദ്ധമതത്തിനെ അദ്ദേഹം സ്വീകരിച്ചു. ഇതിൻ്റെ പല തെളിവുകളും ഇതിൽ കിടക്കുന്നുണ്ട്, മഹാഭാരത ടെക്സ്റ്റിലുണ്ട്. അപ്പം അങ്ങനെ നോക്കിയപ്പോൾ ഇതിലുടനീളം ബുദ്ധമത സാറുണ്ട്. അതേസമയം തന്നെ വേറെ സന്ദർഭങ്ങളുണ്ട്. ഈ മറ്റേ ഇപ്പം ഉദാഹരണത്തിന് അർജുനൻ, അയാൾ കൊലയിൽ വിഷാദിക്കുക. അയാൾ എന്താണ് ചെയ്യണത്? ഈ കുരുക്ഷേത്ര മധ്യത്തിൽ നിന്നുകൊണ്ട് ഇത്രയും ആളുകളെ കൊല്ലണ്ടേ? ആ കൊല്ലാൻ ശേഷിയില്ല, കൊല്ലാം. പക്ഷേ മറ്റേ എന്താ ഈ അവനവൻ്റെ സ്വജന ധ്വംസനം ചെയ്താൽ സുഖമാമോ ജനാർദ്ദന? എന്തൊരു ചോദ്യ! സ്വജനധ്വംസനം ചെയ്താൽ സുഖമാമോ ജനാർദ്ദന? ആ ഒരു ചോദ്യത്തിന് ചോദിക്കാറുള്ളൂ. ഞാൻ ഇവരെയൊക്കെ കൊന്നൊടുക്കിയാൽ എനിക്ക് സുഖം വരുമോ? അതെങ്ങനെയത്? ഇവരൊക്കെ കൊന്നാൽ എനിക്ക് സുഖം വരുന്നത് എങ്ങനെയാ? അപ്പോൾ എനിക്ക് സുഖം വരില്ല. എനിക്ക് അത് കൊല്ലുക എന്നുള്ളതല്ല എൻ്റെ ധർമ്മം, അഹിംസയാണ് എന്ന് പറഞ്ഞ് വില്ല് താഴെ വെച്ചു. ഈ അഹിംസയാണ് എന്ന് പറഞ്ഞ് വില്ല് താഴെ വെക്കുക എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന അർജുനൻ്റെ ആ അഹിംസാ വിരോധം എന്നുള്ള അനുഭൂതി, അത് ചാതുർണ്യത്തിൻ്റെ അടിയിളക്കാൻ പോകുന്നതാണ്. ആ അനുഭൂതി പോലും. കാരണം ക്ഷത്രിയന് യുദ്ധം വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈശ്യന് കച്ചവടം വേണ്ട, ബ്രാഹ്മണന് യാഗം വേണ്ട, ശൂദ്രൻ നിങ്ങളെ വീട്ടിൽ അടിച്ചു തുടയ്ക്കാനും വരില്ല. ശൂദ്രന് ദാസ്യപ്പണിയാണ്. അപ്പം ഈ 4 വർണ്ണങ്ങളും അവരവരുടെ ധർമ്മം വിട്ടെറിഞ്ഞു പോയി സമൂഹത്തിൻ്റെ കെട്ടുപാട് ചിതറി സമൂഹം ശിഥിലമായാലോ എന്നുള്ള ഒരു വിഷാദോ വിഷമോ ആണ് ഈ ബ്രാഹ്മണ മതത്തിനുണ്ടാവുന്നത്. അത് അതിൽ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? ഇത് പാടില്ല. ഉടനെ അദ്ദേഹം ഇതിനൊക്കെ ചാതുർവർണ്ണത്തിനെ മുഴുവൻ ന്യായീകരിച്ചുകൊണ്ട് ഗീതോപദേശം നൽകുകയാണ്. ആ ഗീതോപദേശം ഇതൊക്കെ ശരിയാണ്, നിങ്ങൾ വർണ്ണധർമ്മം അനുഷ്ഠിച്ചാൽ മാത്രം മതി. പിന്നെ ധർമ്മം എന്താണെന്ന് പറയും, ധർമ്മത്തിനുള്ള 5-6 അർത്ഥങ്ങൾ പറയും, അതൊക്കെ അങ്ങനെ പോകും. അങ്ങനെ വർണ്ണധർമ്മമാണ് ശരി, ചാതുർവർണ്ണമാണ് ശരി എന്ന് സ്ഥാപിക്കാനുള്ള ഒരു ടെക്സ്റ്റായിട്ട് ആ ഭഗവത്ഗീതയുടെ സന്ദർഭം മാറുക. ചാതുർവർണ്ണം എന്ന് പറഞ്ഞാൽ എന്താ? അസമത്വമാണ് അതിലർത്ഥം. സമത്വം ഇല്ല. ബ്രാഹ്മണൻ മീതെ ഏറ്റവും താഴെ ശൂദ്രൻ.
സമത്വമില്ലാത്തൊരു മതം ഏതാണെന്ന് ചോദിച്ചാൽ ഹിന്ദുമതം. തിയറിറ്റിക്കലി അതിൽ സമത്വമില്ല. മറ്റു മതങ്ങൾക്കൊക്കെ ബുദ്ധമതത്തിലായാലും ശരി, ക്രിസ്തു മതത്തിലായാലും ഇസ്ലാം മതത്തിലായാലും ശരി, തിയറിറ്റിക്കലി സമത്വമുണ്ട്. പക്ഷേ ഹിന്ദു മതത്തിൽ തിയറിറ്റിക്കലി സമത്വമില്ല. അപ്പം ആ തിയറിറ്റിക്കലായ സമത്വം അരുത്. ഓരോ ആളുകൾക്കും ഓരോ കർമ്മമാണ് വിധിച്ചിട്ടുള്ളത്. ഈ സിദ്ധാന്തത്തെ ദൃഢീകരിക്കാൻ വേണ്ടിയാണ് ഭഗവത്ഗീത എഴുതിയിട്ടുള്ളത്. അപ്പം അങ്ങനെ ദൃഢീകരിക്കപ്പെട്ട വിശ്വാസത്തോടു കൂടി അർജുനൻ ഉയർത്തെഴുന്നേറ്റ് വർണ്ണധർമ്മമായ യുദ്ധം ചെയ്തു. കരിഷ്യേ വചനം തവ, ഞാൻ നിന്റെ വാക്കുകൾ ഇത് പ്രാവർത്തികമാക്കുന്നു എന്ന പറച്ചിലോടുകൂടി യുദ്ധം ചെയ്തു. ഇങ്ങനെ ഓരോ സന്ദർഭത്തിലും ഈ ചാതുർവർണ്ണ്യമാണ് ശരി എന്ന് പറഞ്ഞു പോകും. അവസാനം യുദ്ധമൊക്കെ കഴിഞ്ഞ് ധർമ്മപുത്രൻ രാജാവാൻ പോകുന്ന ഒരു വലിയ ഘോഷയാത്രയുണ്ട്. എല്ലാവരും പാണ്ഡവന്മാരും കുന്തിയും ദ്രൗപദിയൊക്കെ വലിയ ഘോഷയാത്രയായിട്ട് ഹസ്തിനപുരത്തിലേക്ക് പ്രവേശിക്കുക. ശത്രുക്കളില്ല അവിടെ ദുര്യോധനൻ ഭരിച്ച രാജ്യമാണ്. അത് തലസ്ഥാനം അവിടേക്ക് ആഘോഷമായിട്ട് പോകുമ്പോൾ ഒരു ചർവാക രാക്ഷസൻ എന്നാണ് അന്നത്തെ ഒരു കൂട്ടം ആളെ പറയാം, ചീത്തർത്ഥത്തിലല്ല. ആ ചർവാകൻ വന്ന് പറഞ്ഞു, അയാൾ പറഞ്ഞു ഞാൻ ബ്രാഹ്മണരുടെ വാക്കായിട്ടാണ് പറഞ്ഞത്. ബ്രാഹ്മണർ പറഞ്ഞു ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അയാൾ പറഞ്ഞു അയാൾ സ്വന്തം വാക്കായിട്ട് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞത്. ഈ ധർമ്മപുത്രൻ ഉണ്ടല്ലോ, അയാൾ ശത്രുഘാതകയാണ്. ശത്രുഘാതകനല്ല, ജ്ഞാതിവധം ചെയ്തവനാണ്. അവനവൻ്റെ ഉറ്റ ബന്ധുക്കളെ കൊന്നവനാണ്. അവന് ഈ രാജ്യം വാഴാൻ അധികാരമില്ല. അത് കേട്ടപ്പോൾ ഇദ്ദേഹം ഒന്നുകൂടി അതിൽ താൻ അനുഷ്ഠിച്ച ഹിംസയിൽ വിഷണ്ണനായി. ഇങ്ങനെ ഓരോ ഘട്ടത്തിലും ഈ ഹിംസയിൽ വിഷണ്ണനാവുക, തൃഷ്ണ എന്നുള്ളത് ഭയജനകമായിട്ടൊരു അവസ്ഥയാണെന്ന് വരിക. ഇങ്ങനെ ബുദ്ധമതത്തിൻ്റെതായ തത്വങ്ങൾ ഈ മഹാഭാരതത്തിൻ്റെ രചനയിൽ ഉടനീളം അലിഞ്ഞു ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പാഠത്തിൻ്റെ അതായത് ചരിത്രം മഹാഭാരതത്തിലേക്ക് പ്രവേശിച്ചാൽ അല്ലെങ്കിൽ അതിലുണ്ടെന്ന് കണ്ടെത്തിയാൽ നമുക്ക് കിട്ടുന്ന നിഗമനങ്ങളൊക്കെ ഇതാണ്. അത് വല്ലാത്തൊരു കണ്ടെത്തലല്ലേ? അങ്ങനെ കണ്ടെത്തുമ്പോൾ അതിലാണ് ഉടനീളം ബുദ്ധമതത്തിനെയും അതിനെ ചെറുക്കാനുള്ള ഒരു ശ്രമങ്ങളുടെയും ആകത്തുക കൂടിയാണ് മഹാഭാരതം എന്ന് നമുക്ക് മനസ്സിലാവും. ഇങ്ങനെയുള്ള കൃതികളെ ചരിത്രപരമായിട്ട് നോക്കേണ്ടത്. കാരണം അല്ലാണ്ട് കോസംബിയൊക്കെ ചെയ്ത പോലെ സാഹചര്യപരമായിട്ട് ഇരുമ്പായതുണ്ടായിരുന്നു, മറ്റതുണ്ടായി, ഇങ്ങനെയല്ല. ഇത് ഇന്റേണലായ ഇതിവൃത്തത്തിലും കഥാപാത്രത്തിലും എങ്ങനെ ഇൻസ്ക്രൈബ്ഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് ചരിത്രപരമായ അന്വേഷണം. അങ്ങനെ അന്വേഷിക്കുമ്പോഴാണ് അതിൻ്റെ സത്തയിലേക്കും അതിൻ്റെ ഒരു വൈകാരിക അനുഭൂതിയിലേക്കൊക്കെ നമ്മൾ പ്രവേശിക്കുന്നത്. അങ്ങനെ അനുഭൂതിയിലേക്ക് പ്രവേശിക്കുമ്പോൾ കിട്ടുന്ന ഇതാണ്. ഇങ്ങനെ വിഷണ്ണനായിട്ടും അതുപോലെ ഒരു ഹോപ്പില്ലാതെയും ഇരിക്കുന്ന ഒരു അർജുനൻ, അതേപോലെ തന്നെ ധർമ്മപുത്രർ അനുഭവിക്കുന്നുണ്ട്. മിക്കവാറും എല്ലാ കഥാപാത്രങ്ങളും ഹിംസയാണ് മഹാഭാരതം ഘോഷിക്കുന്നത്. അതിൻ്റെ എത്ര വിധത്തിലുള്ള ആയുധങ്ങളാണ് അതിലുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിൽ അതിലത്തെ ആദ്യ ഈ കാട് നശിപ്പിക്കുന്ന ഒരു രംഗമുണ്ട്. കാളീന്തി വനത്തിന് ചുറ്റുള്ള ഖാണ്ഡവ വനം നശിപ്പിക്കുന്ന ഒരു രംഗമുണ്ട്. എന്തൊരു സംഹാര! എല്ലാത്തിനെയും കൊന്നു അവർ മുന്നേറുക. ഇത്ര ഭീകരമായിട്ടൊരു വധം അത് പിന്നീട് വരാനിരിക്കുന്ന വേറൊരു കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ പ്രാരംഭമാണെന്ന് നമുക്ക് മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് സർപ്പയജ്ഞം എന്നിട്ട് വേറെ നടത്തുന്നുണ്ട്. ലോകത്തിലുള്ള എല്ലാ പാമ്പുകളെയും വിളിച്ചു വരുത്തി ആവാഹനം ചെയ്ത് കത്തിക്കുക. ഇങ്ങനെ കാട് കത്തിക്കുന്നു, അതിൽ പാമ്പുകൾ ചാവുന്നു. പിന്നീട് മനുഷ്യരെ കത്തിക്കുന്നു, പിന്നീട് ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന എല്ലാ പാമ്പുകളെയും കത്തിക്കുന്നു. ഇങ്ങനെ വധങ്ങളുടെയും അതുപോലെ നിഗ്രഹങ്ങളുടെയും കൂട്ടക്കൊലകളുടെയും ഇടവിട്ടുള്ള ഇടവേളകളാണ് മഹാഭാരതത്തിലുടനീളം കാണുന്നത്. അതിൻ്റെ ഉള്ളിൽ 2 or 3 മനുഷ്യരുടെ അതിതീവ്രമായിട്ടുള്ള വിഷാദം. എന്തൊരു ഗംഭീരമായിട്ടുള്ള ഒരു കഥാരചനയാണ്. അങ്ങനെയുള്ള ഒരു ചരിത്രം അതിലേക്ക് പ്രവേശിച്ച് കിട്ടുന്ന ഉൾക്കാഴ്ചകളാണ് മാരാർക്ക് ശേഷം വന്ന മഹാഭാരത പഠനത്തിൻ്റെ ഒരു സാരം. ഇനി രണ്ടാമത്തെ സാരമുണ്ട്. അത് മഹാഭാരതം ടെക്സ്റ്റിനെ പറ്റിയിട്ടുള്ളത്. അതെന്ന് വെച്ചാൽ ഇതിൽ ഒരു വലിയ തമാശയുണ്ട്. ഈ മഹർഷിമാരെ മാരാർ വളരെയധികം പുകഴ്ത്തും. നാൻ ഋഷി കവി
ഋഷിയല്ലാത്തവൻ കവിയല്ല. അത്ര പുണ്യപുരുഷന്മാരും ഒരു ആത്മസംയമനമൊക്കെ ഉള്ളവരും ഒക്കെ ആയിട്ടാണ് ഇന്ത്യയിൽ ഉടനീളം എന്നും മഹർഷിമാരെ കണ്ടിട്ടുള്ളത്. പക്ഷെ മഹാഭാരതത്തിൽ അങ്ങനെയല്ല. മഹാഭാരതത്തിൽ തമാശ എന്താ വെച്ചാൽ, മഹാഭാരതത്തിൽ ഒരു വശത്ത് മഹർഷിമാരെ ഇങ്ങനെ വിശുദ്ധരും സംയത വ്രമികളും ഒക്കെ ആയിട്ട് വിവരിക്കും. പക്ഷെ അതേസമയം തന്നെ അവർ വളരെയധികം കാമികളും ക്രോധികളും ഒക്കെയാണെന്നും പറയും. ഇപ്പോൾ ഉദാഹരണത്തിന് മറ്റേ അതിൽ ഏത് മഹർഷിയുടെ കഥ എടുത്താൽ മതി, വ്യാസൻ എങ്ങനെയാണ് ഉണ്ടായതെന്ന് വ്യാസൻ തന്നെ പറയണ്ടേ, ഞാൻ ഇങ്ങനെയൊക്കെ ഉണ്ടായത്. അതായത് പരാശര മഹർഷി എന്ന് പറഞ്ഞ വലിയ കേമനായൊരു മഹർഷി, അദ്ദേഹം യമുനാ നദി കിടക്കുകയാണ്. യമുനാ നദി കടക്കുമ്പോൾ തോണി തുഴയുന്നത് അവിടെ ഒരു മുക്കുവസ്ത്രീയായിട്ടുള്ള സത്യവതി എന്നുള്ള അതിസുന്ദരിയാണ്. അപ്പോൾ ആ അതിസുന്ദരിയെ കണ്ടു തോണിയിലിരിക്കുകയാണ് പരാശര മഹർഷി. അദ്ദേഹത്തിന് കാമം ഉദിച്ചു. ഈ തോണി അക്കരെ ചെല്ലാനുള്ള ക്ഷമ പോലും അദ്ദേഹത്തിന് ഉണ്ടായില്ല. എനിക്കിപ്പം തന്നെ സംയോഗം വേണം എന്ന് അദ്ദേഹം അവളോട് പറഞ്ഞു. അയ്യോ ഇപ്പം തന്നെ വേണ്ട, അവിടെ എത്തിക്കോട്ടെ എന്ന് അവർ പറഞ്ഞു. അത് പക്ഷേ അപ്പം ഒരു കാര്യം ചെയ്യാം, നമുക്ക് സ്വകാര്യത ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് മഞ്ഞ് കൊണ്ടൊരു കർട്ടൻ ഉണ്ടാക്കി, ഒരു തിരശ്ശീല ഉണ്ടാക്കി. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു എന്താ പറയണ്ട വേഴ്ച നടത്തി ഒരു കുഞ്ഞ് പിറന്നു. ആ കുഞ്ഞിനെ ഈ വലിയ പുഴയൊക്കെ ആകുമ്പോൾ അതിലെ ഇടയിൽ തുരുത്തുകൾ ഉണ്ടാവും, ആ തുരുത്തിൽ ഉപേക്ഷിച്ചു. അതാണ് ദ്വൈവായനൻ എന്ന് പറയുന്നത്. ദ്വീപിൽ വന്ന് ജനിച്ചവൻ. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ കറുത്ത്. അപ്പൊ കറുത്ത വിരൂപനായ ഒരു ദ്വീപവാസി എന്നാണ് വ്യാസൻ എന്നുള്ളതിൻ്റെ അർത്ഥം. അപ്പൊ ആ കറുത്ത് വിരൂപനായ കുട്ടിയാണ് പിന്നീട് ഈ കഥയൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പൊ ഇത് എന്താ നോക്കണത്, ഒരു വശത്ത് മഹർഷിയെ വിശുദ്ധനായിട്ട് സങ്കല്പിക്കുക, അവതരിപ്പിക്കുക, അതൊന്നല്ല എന്ന് പറയാതെ അതിന് വിരുദ്ധമായിട്ട് അദ്ദേഹത്തിൻ്റെ വേറൊരു പ്രവൃത്തിയും പറയും. ഒരു പാഠം അനുകൂലമായിട്ട് പാരലായിട്ട് അതിന് എതിരായിട്ടൊരു പാഠം. ഇങ്ങനെ ഒരു എതിർപാഠം ചേരുക എന്നുള്ളത് ഈ മഹാഭാരതത്തിൽ എല്ലാ കാര്യത്തിനുള്ളതാണ്. അത് മഹർഷിമാർ വേറെ ഏത് മഹർഷി എടുത്താലും ശരി അതിലൊരു എതിർപാഠം ഉണ്ടാവും. ഇപ്പോൾ വിശ്വാമിത്രനും മേനകയും. വിശ്വാമിത്രൻ എന്ന് പറഞ്ഞാൽ ഇത്ര ഗംഭീരമായി തപസ് ചെയ്ത വേറെ ആളില്ല. എത്രയോ 1000 വർഷം പലതരത്തിൽ തപസ് ചെയ്തു. അദ്ദേഹം മേനക എന്നൊരു സ്ത്രീയിൽ ഭ്രമിച്ചു. അതിലുണ്ടായ ശകുന്തള, ആ ശകുന്തളയുടെ മകനാണ് ഭരതൻ. ആ ഭരതൻ്റെ വംശം. അപ്പോൾ ഈ മഹർഷിമാർ കൊള്ളാവുന്ന നല്ല ശീലമുള്ള ആളുകളാണെങ്കിൽ കഥ ഉണ്ടാവില്ല. കഥ ഉണ്ടാവുന്നത് ഇവരുടെ ഈ തരത്തിലുള്ള അബദ്ധമായിട്ടുള്ള അവരെന്തായി വിശേഷിപ്പിക്കപ്പെടുന്നുവോ അതിന് പ്രതികൂലമായൊരു സ്വഭാവം കൂടി അവർക്കുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ സാധാരണ മഹർഷിമാരുണ്ടായിരുന്നു, കുട്ടികളുണ്ടായില്ലെങ്കിലില്ല, അത് അങ്ങനെയല്ലോ. അപ്പൊ ഈ മഹാഭാരതം കഥയെ ചലിപ്പിക്കുന്നത്, ആ കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അതിൻ്റെ ഡയലക്റ്റിക്സ് ആയിട്ട് പ്രവർത്തിക്കുന്നത് എന്താണ്? ഈ വിപരീത പാഠങ്ങളാണ്. ഇപ്പൊ ധർമ്മപുത്രന്റെ വിപരീത പാഠം എന്താ നോക്കാം. ധർമ്മപുത്രൻ രണ്ടാമത് ചൂത് കളിച്ചു, ഇല്ലേ? രണ്ടാമത് ചൂത് കളിച്ചു. ആദ്യം തോറ്റു മറ്റേ കള്ളച്ചൂതാണെന്ന് കണ്ടു. എന്നിട്ട് പിന്നെയും ചൂതിന് വിളിച്ചപ്പോൾ പിന്നെയും ചെന്നു. അപ്പം എന്തിനാ ചെന്ന്? അപ്പം അയാളൊന്നും മിണ്ടിയില്ല. പിന്നെ വനപർവ്വത്തിൽ അദ്ദേഹം പാഞ്ചാലിയോട് പറയുന്നത്, പാഞ്ചാലി ക്ഷുഭിതയായി, എനിക്ക് ഒരു സുഖം മതിയെങ്കിൽ എനിക്ക് ഈ 5 ആൾ വേണ്ട, ഒരാൾ മതി. ഞാൻ 5 ഇന്ദ്രിയങ്ങളെ ആത്മാവ് എന്ന പോലെ നിങ്ങളെ 5 പേരെ ഞാൻ നോക്കണം, ശുശ്രൂഷിക്കണം. എനിക്ക് നിങ്ങളെല്ലാവരും വേണം. എൻ്റെ സുഖത്തിന് വേണ്ടി അല്ലത്. എൻ്റെ സുഖത്തിന് വേണ്ടിയാണെങ്കിൽ എനിക്ക് ഒരൊറ്റ ആൾ മതി, അർജുനനോ ഭീമനോ ആരെങ്കിലും ഒരാൾ മതി. പക്ഷേ എനിക്ക് അങ്ങനെയല്ല. ഞാൻ നിങ്ങളെല്ലാവരെയും ശ്രദ്ധിക്കുന്നു, ശുശ്രൂഷിക്കുന്നു. അപ്പോൾ പാഞ്ചാലി പരുഷമായിട്ട് ആക്ഷേപിച്ചുകൊണ്ട് പറയുന്നു. അപ്പോൾ ധർമ്മപുത്രൻ പറഞ്ഞു, ഞാൻ അന്ന് നിങ്ങളോട് അതിൻ്റെ കാരണം പറയണ്ടായില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ദുര്യോധൻ കൈവശം വെച്ചിരിക്കുന്ന പകുതി രാജ്യമുണ്ടല്ലോ, അതുകൂടി ചൂത് കളിച്ച് ഒന്ന് എടുക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ രണ്ടാമതും ചൂത് കളിക്ക് ഇറങ്ങിയത്. എന്തൊരു അത് കുമ്പസാരിക്കണം, വിഷമത്തോടുകൂടി ഭയങ്കര ഉഷ്ണിച്ച് വിഷമിച്ച് കഷ്ടിച്ച് അദ്ദേഹം അത് പറയുക. എന്തൊരു അത്ഭുതം!
അപ്പോൾ ധർമാശ്രിതനായ ഒരാൾ എന്ന് പറയുന്ന ആ ആളാണ് ഒരു ധർമ്മമില്ലാത്ത മട്ടിൽ അന്യൻ്റെ മുതൽ കവരണം എന്ന് ആഗ്രഹിച്ച് രണ്ടാം ചൂതിന് ചെല്ലണം. അപ്പോൾ ഈ ധർമ്മിഷ്ഠനായ ധർമ്മപുത്രരെ എങ്ങനെയാ പൂജിക്കുക? അപ്പോൾ ഇത് രണ്ടും ഒരാളാണ്, രണ്ടും ഒരു പാടും ഒരു വേറെ പാടും ഇതൊരു പാടും. അപ്പോൾ ഒന്നില്ല എന്ന് പറയുന്നില്ല, അതിൽ ധർമ്മിഷ്ഠനാ, പക്ഷെ ഇതും ചെയ്യുന്നതല്ല, അതിൽ ധർമ്മിഷ്ഠനാ. അപ്പോൾ ഒരു പാഠവും മറ്റേ പാഠത്തിനെ ഇല്ലാതാക്കാതെ രണ്ടും ഏകകാലത്ത് നിലനിൽക്കുക, ഇത് ഇന്ത്യൻ സാഹിത്യത്തിൽ അല്ലാതെ വേറെ എവിടെയും കാണില്ല. ഇതാണ് രാമായണം നോക്കിയാലും ശരി, എല്ലാത്തിനും ശരി. ഈ പറയുന്ന ഒരു പാഠം ഉണ്ടാവും, അതിന് വിപരീതമായിട്ട് വേറൊരു പാഠം ഉണ്ടാവും. മഹർഷി കൊള്ളാം, ശരി കൊള്ളാം, പക്ഷേ വേറെ അതിലൊരു കഥയുണ്ട്, നിങ്ങൾ അതുകൂടി കേൾക്കണം. അതാണ് ഈ അനേക ആളുകൾ നിർമ്മിച്ചതായത് കൊണ്ടുള്ള ഒരു ഗുണം. ഒരാളാ നിർമ്മിച്ചാൽ ഒരു ചായം കൊണ്ടേ എഴുതുള്ളൂ, ഇത് പല ചായം കൊണ്ടാണ് എഴുതണത്. അയാൾ ധർമ്മിഷ്ഠനാണ്, അധർമ്മിഷ്ഠനുമാണ്, അയാൾ ഇന്ന ആളാണ്, ഇന്ന ആളുമാണ്, അയാൾ മഹർഷി കൊള്ളാവുന്ന ആളാണ്, കൊള്ളരുതാത്ത ആളുമാണ്. എല്ലാ മഹർഷിമാരും കോപം കൊണ്ട് മറ്റേ രതി അടക്കാനാവാത്ത, സാധാരണ മനുഷ്യർ ഒരു പുഴ കടന്നിട്ട് മതി എന്നല്ലേ നമ്മളൊക്കെ വിചാരിക്കുള്ളൂ. പക്ഷേ അതല്ല, ഇവർ അത്യന്തം തപസ്വികളും എല്ലാം അത്യന്തം ക്രുദ്ധരാവുന്നവരും അത്യന്തം കാമാവേശമുള്ളവരും ഒന്നിനെയും അടക്കി നിർത്താൻ ഒരു നിമിഷത്തേക്ക് പോലും ശക്തിയില്ലാത്ത ആളുകളും ആയ മഹർഷിമാരായിട്ടാണ് ഇവരൊക്കെ അവതരിപ്പിക്കുന്നത്. എന്തൊരു വൈചിത്ര്യം, എന്തൊരു സ്വയം വിരുദ്ധത. അപ്പം മാത്രമല്ല, ഇവർ സൽസ്വഭാവികൾ മാത്രമായിരുന്നെങ്കിൽ ഈ കഥ പോവില്ല. എങ്ങനെ പോവുക? വിശ്വാമിത്രനും മേനകയിൽ ഇങ്ങനൊരു സന്ദർഭത്തിൽ ഒരു മകൻ ഉണ്ടായതുകൊണ്ടല്ലേ ഭരതവംശം എന്നൊരു വംശം ഉണ്ടായത്. അപ്പം കുരുവംശം, അതും കുരുവംശം വ്യാസൻ്റെ സന്തതികളാണ്, ഭരതൻ്റെ സന്തതികളല്ല. പാണ്ഡുള്ള ആളുടെ സന്തതികളല്ല, വേറെ ആളുകളുടെ സന്തതികളാണ് പാണ്ഡവന്മാർ. അപ്പം ഇല്ലാത്ത പാണ്ഡവന്മാരും ഇല്ലാത്ത കൗരവന്മാരും ഇല്ലാത്ത ഭരതന്മാരും കൂടി ചേർന്ന് ഉണ്ടാക്കുന്നതാണ് മഹാഭാരതം. അതിൻ്റെ ആ വൈരുദ്ധ്യം നോക്കൂ. ഇല്ലാത്ത കൗരവന്മാർ, കുരുവംശമില്ല. ഇല്ലാത്ത പാണ്ഡവന്മാരില്ല. ഇല്ലാത്ത ഭരതൻ എന്നുള്ള വംശശൃംഖലില്ല. ഇതെല്ലാം ഇല്ലാത്ത, പക്ഷെ ഇതുണ്ടായിരിക്കും. ഇതൊക്കെ ഉണ്ടായിട്ടാണ് മഹാഭാരതം ഉണ്ടാവുന്നത്. അപ്പം ഇങ്ങനെയുള്ള എന്തോ ഒരു വിചിത്രമായിട്ടുള്ള കോൺട്രഡിക്ഷനുകളാണ് ഇതിൽ കിടക്കുന്നത്. ഇങ്ങനെ ഓരോന്നിലും ഒരു പാഠമുണ്ട്, അതിൻ്റെ എതിർപാഠമുണ്ട്. മഹർഷി ഒരു പാഠമുണ്ട്, അതിൻ്റെ എതിരായ പാഠമുണ്ട്. ധർമ്മപുത്രൻ ഒരു പാഠമുണ്ട്, അതിൻ്റെ എതിരായ പാഠമുണ്ട്. അങ്ങനെ പല പാഠങ്ങളും ഒരേ സമയം ഒന്നിനെ നിഷേധിക്കാതെ മറ്റതും സഹവർത്തിച്ചുകൊണ്ട് ഈ കഥയെ മുന്നോട്ട് നയിക്കുക. അപ്പം മഹാഭാരതം കഥ, അത് മുന്നോട്ട് നീങ്ങാനുള്ള ഫ്യൂവൽ, അതിൽ കയറ്റാനുള്ള ഡീസലോ പെട്രോളോ ഇലക്ട്രിസിറ്റി എന്താ വെച്ചാൽ അത് ഈ മുഖ്യമായും മഹർഷിമാരുടെ ഈ തരത്തിലുള്ള പെരുമാറ്റമാണ്. അപ്പം ഈ മഹർഷിമാരെ നിങ്ങളിങ്ങനെ പൂജിക്കുകയാണോ ചെയ്യുക? വന്ധ്യരാണെന്നാണ് വിചാരിക്കുക? ഋഷിയായവനെ കവിയാവുള്ളൂ എന്ന് പറയുകയാണോ ചെയ്യുക? അതോ ഇങ്ങനെയാണ് ഋഷി എന്നാണ്? എന്താ നിങ്ങളതിനെ വിശേഷിപ്പിക്കുക? ഇങ്ങനൊരു കോൺട്രഡിക്ഷനെ ഒരിക്കലും കുട്ടികൃഷ്ണമാരാർ അഭിമുഖീകരിച്ചിട്ടില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ പരിമിതിയായിട്ടൊന്നുമല്ല, അന്ന് ഇന്ത്യയിൽ ആരും അഭിമുഖീകരിച്ചിട്ടില്ല. ഇങ്ങനെയും ആവാം ഋഷികൾ, ഇങ്ങനെയാണ് ഋഷികൾ എന്ന് മഹാഭാരതെങ്കിലും പറയുന്നുണ്ട് എന്ന് ഉച്ചരിക്കാൻ അന്ന് പറ്റിയിട്ടില്ല. അതാണ് മഹാഭാരതത്തിൻ്റെ വലിയൊരു സവിശേഷത. അപ്പം അതുകൊണ്ട് തന്നെ ഇത് എന്ത് സന്ദേശമാണ് നൽകുന്നത്? മഹാഭാരതം എന്താണ് വായിച്ചാലത്തെ ഫലം? വായിച്ചാൽ അത് പറയും മംഗളമാണ് ഫലം എന്ന് പറയുന്നത്. മംഗള സൂചകമായിട്ടൊരു പുസ്തകമാണ്. ശരി, അപ്പം നമ്മൾ പറഞ്ഞു ഇത് മംഗളമേ അല്ല എന്ന് പറഞ്ഞിട്ട് അത് നടത്തിയ സ്ഥലം ഹോമം കൊണ്ട് ശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞ വിഭാഗം. ഇവിടെ കേരളത്തിൽ അത് വായിച്ച അർത്ഥം പറയാനായിട്ട് കുറേ പൂജാരിമാരെ ശമ്പളം കൊടുത്ത് നിർത്തിയിട്ടുണ്ട്. ഇതെങ്ങനെ പൊരുത്തപ്പെടുക? അപ്പം ഇങ്ങനെ പൊരുത്തപ്പെടാത്ത സാധനങ്ങളെല്ലാം കൂടി ഇതിൽ വരുന്നുണ്ട്. ഇങ്ങനെയുള്ളൊരു വൈചിത്ര്യം കൂടിയാണ് മഹാഭാരതം. ഈ സന്ദർഭത്തിലാണ് ഈ മഹാഭാരതത്തിൻ്റെ ഈ തരത്തിലുള്ള മൊത്തത്തിലുള്ള എന്താണ് സന്ദേശം എന്നുള്ള ചോദ്യം വരും. എന്താണ് സന്ദേശം? യുദ്ധമരുത് എന്നാണോ സന്ദേശം? ഹിംസ അരുത് എന്നാണോ സന്ദേശം? അതോ കരുണ ആണ് യഥാർത്ഥം എന്നാണോ സന്ദേശം? എന്താ സന്ദേശം നമുക്ക് വ്യക്തമാവില്ല. മംഗളമാണ് എന്ന് പറയുന്നവർക്ക് അത്
ആ പറച്ചിലെങ്കിലും എടുത്തിട്ട് എല്ലാവരും സ്വർഗസ്ഥരായി വളരെ വിശേഷമായിട്ട് കഴിഞ്ഞു എന്ന് പറയാം. അതല്ല, അത് വിട്ടിട്ട് യുദ്ധത്തിൻ്റെ വീരത്തിൻ്റെ നാശത്തിൻ്റെയാണ് സന്ദേശം എന്ന് പറഞ്ഞാൽ അത് സുവ്യക്തം. അത് അത്രത്തോളം വ്യക്തമായിട്ടൊരു പുസ്തകം പറയുന്നില്ല. അപ്പോൾ അതിലാണോ നമ്മൾ അർത്ഥവിശ്രാന്തി കൊള്ളേണ്ടത്? അതോ മറ്റേലാണോ? യുദ്ധത്തിൽ എല്ലാവർക്കും മടുപ്പ് വന്ന് വിഷാദമായി ആ മറ്റേ കൃഷ്ണൻ്റെ വംശമൊക്കെ നശിക്കുന്നത് അതിഭീകരമായ അത്യന്തം ദാരുണവും വളരെ അപലപനീയമായ കാഴ്ചയാണ്. 2-3 മഹർഷിമാർ വന്നു. മഹർഷിമാർ എല്ലാം പ്രവചിക്കുമല്ലോ. അപ്പോൾ ഇവരെന്ന് കളിയാക്കാം എന്ന് വിചാരിച്ചിട്ട് മറ്റേ അതിലത്തെ സാമ്പൻ എന്ന് പറഞ്ഞ ആൾ മറ്റേ ഗർഭിണിയുടെ വേഷം കെട്ടിയിട്ട് ഇവർ മഹർഷിമാരുടെ മുമ്പ് ചെന്നു. ഈ സ്ത്രീ എന്താ പ്രസവിക്കുക എന്ന് വെച്ചു. അത് മഹർഷിമാർക്ക് കാര്യം മനസ്സിലായി. അവർ പറഞ്ഞു ഈ സ്ത്രീ ഒരു ഇരുമ്പുലൊക്കെയാണ് പ്രസവിക്കുക. അപ്പോൾ ഇവർക്കാകെ പരിഭ്രമമായി. അങ്ങനെ യഥാകാലം പ്രസവിച്ചു ഒരു ഇരുമ്പുലക്ക. അപ്പോൾ എന്ത് ചെയ്തു? ആ ഇരുമ്പുരക്ക രാവി പൊടിയാക്കിയിട്ട് സമുദ്രത്തിൽ കലക്കി. പക്ഷെ ആ സമുദ്രം അടിച്ചു കയറ്റി അത് തീരത്തടിഞ്ഞു. അതിൽ നിന്നൊക്കെ ഓരോ പുല്ലുകൾ ഉയർന്നു. ആ പുല്ലുകളെല്ലാം ഒരു നിസ്സാരമായ കാര്യത്തിനെ പറ്റിയുള്ള തർക്കം. ഈ പണ്ട് 36 കൊല്ലം മുമ്പ് കുരുക്ഷേത്രത്തിൽ സാത്യകി ഭൂരിഷഭാവിനെ കൊന്നത് തെറ്റല്ലേ എന്നോ ഒരു കാര്യമില്ലാത്ത ചോദ്യത്തിന് വേണ്ടിയിട്ട്, ഒരു നിസ്സാരമായ കാര്യത്തിന് വേണ്ടിയിട്ട്, മറ്റൊക്കെ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഭൂമിയുടെ അവകാശം അങ്ങനെയൊക്കെയുള്ള വലിയ ഗൗരവപ്പെട്ട കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഇത് കള്ളു കുടിച്ചിട്ട് വർത്തമാനം പറയില്ലേ? അങ്ങനെ മദ്യപിച്ച സദസ്സിലാണ് ഈ വർത്തമാനം ഉണ്ടാവുന്നത്. അങ്ങനെ അവർ അപ്പോൾ ഇയാൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ മറ്റേ ആളുകൾ പറഞ്ഞു അതല്ല, അത് ചെയ്ത് തെറ്റന്നെയാണ്. അപ്പോൾ കൃഷ്ണൻ എടുത്ത് ആയുധം വീശി. അങ്ങനെ പിന്നെ ആയുധങ്ങളൊക്കെ കഴിഞ്ഞു പുല്ലെറിഞ്ഞു വംശം നശിക്കുക. ആലോചിച്ച് നോക്കൂ, പുല്ലെറിഞ്ഞുകൊണ്ട് ഒരു വംശം നശിക്കുക എന്ന് പറയുന്നത് എവിടെയെങ്കിലും കേട്ടുകേൾവിയുണ്ട്? ബന്ധുക്കളുടെ വംശം. അപ്പോൾ ഈ മഹാഭാരത യുദ്ധം ഇതിൽ എന്തൊക്കെ നടന്നുവോ അത് പൂർവംശത്തിലാണ് നടക്കുന്നത്. അതിൻ്റെ പാരലൽ വംശമാണ്, പ്രതിബിംബ വംശമാണ് യദുവംശം. യയാതിക്ക് ശർമ്മിഷ്ഠയിലുണ്ടായത് പുരു, ദേവയാനിയിലുണ്ടായത് യദു. അങ്ങനെ 2 വംശമായിട്ട് വളരെ ദൂരത്തുനിന്ന് ഉത്ഭവിച്ച് 2 വഴിയായി വന്ന 2 വംശനദികളിൽ പെട്ടവരാണ് ഈ പുരുക്കളും അതുപോലെ യദുക്കളും. ഇവിടെ എന്ത് സംഭവിച്ചോ അവിടെയും അത് സംഭവിക്കും. ഇവിടെ സംഭവിച്ചതിൻ്റെ പ്രതിബിംബമാണ് മറ്റേ ദിക്കിൽ. അപ്പോൾ ഇവിടെ നാശം സംഭവിച്ചു, അവിടെയും നാശം സംഭവിച്ചു. അത് തമ്മിലടിച്ച് നശിച്ച് അർജുനൻ കൊന്നു, എല്ലാവരും കൊന്നു. കൃഷ്ണനും മരിച്ചു, ബലരാമനും മരിച്ചു, എല്ലാ ആളുകളും മരിച്ചു. അത് കഴിഞ്ഞിട്ട് അർജുനൻ ആ സ്ത്രീകളെയും കൂട്ടി രക്ഷപ്പെടുത്താൻ കൊണ്ടുപോയി. പക്ഷെ അയാൾക്ക് മഹാബാഹുവായിട്ടുള്ള വില്ലാളിയായിട്ടുള്ള അർജുനന് ആ സ്ത്രീകളെ രക്ഷിക്കാനോ ഈ കാട്ടാളന്മാരെ അമ്പെയ്യാനോ ഒന്നും സാധിച്ചില്ല. അയാൾ നിസ്തേജനായി, നിരസ്ത്രനായി, നിന്ദാർഹനായിട്ട് അങ്ങനെ അവസാനിക്കുക. അപ്പോൾ നോക്കൂ, ഒരാളുടെ ഈ മഹത്വം മാത്രമല്ല പറഞ്ഞത്, അതിൻ്റെ അപരഭാഗമായിട്ട് അയാൾ ഏറ്റവും പരാജയ മുഹൂർത്തത്തിലാണ് കഥ അവസാനിക്കുക. അതാണ് ഈ വീരന്മാരുടെ വീരത്വം ഘോഷിക്കുന്നതല്ല ഇതിൻ്റെ അത് മാരാർ പറഞ്ഞത് വളരെ ശരിയാണ്. അതുകൊണ്ട് ഞാൻ പൂർണ്ണമായി ഇത് വീരന്മാരുടെ വീരത്വം ഘോഷിക്കുന്ന ഒരു പുസ്തകമല്ല. അതിൻ്റെ സങ്കടങ്ങളും അതിൽ അനുബന്ധമായി വരുന്ന പാപക്കറകളും വിഷാദങ്ങളും എല്ലാം ചേർത്ത് നിർമ്മിച്ച ഒരു അനുപമമായ കൃതിയായിട്ട് ഈ മഹാഭാരതം വരുന്നതാണ്. അതുകൊണ്ട് ഈ മഹാഭാരതം അന്നുണ്ടായെന്ന് മാത്രമല്ല, ഇന്ന് സംഭവിക്കുന്നത് കൂടിയാണ്. ഒരു സംശയമില്ല. അപ്പോൾ NS മാധവൻ്റെ കഥയുണ്ട്. ആ കഥ ഈ അവസാനത്തെ മഹാപ്രസ്ഥാന യാത്രയെ അവലംബമാക്കി എഴുതുക. അതായത് 5 ആളുകളെ ആമം വെച്ചിട്ട് മാവോയിസ്റ്റുകളാന്ന് പറഞ്ഞിട്ട് ആന്ധ്രാപ്രദേശിൽ കൂടെ നടത്തിക്കൊണ്ട് പോവുക, GT റോഡ് എന്ന് പറയുന്ന റോട്ടിൽ കൂടെ. അപ്പോൾ ഒരു വെടി പൊട്ടി, ഈ ദ്രൗപദി വീണു. ധർമ്മപുത്രൻ ചോദിച്ചു ആരാണത്? അത് ദ്രൗപദിയാണ്. അങ്ങനെ ആ 5 പേരും അങ്ങനെ വെടികൊണ്ട് വീണ് ഉള്ള മഹാപ്രസ്ഥാനം അതിന്ന് സംഭവിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് സംഭവിക്കുന്നതും അന്ന് സംഭവിക്കുന്നതും ഒക്കെ ഒന്ന് തന്നെയാണ്. അല്ലെങ്കിൽ സാരം കൊണ്ട് ഒന്നാണ്, രൂപം കൊണ്ട് വ്യത്യാസമായിരിക്കും. അപ്പം അങ്ങനെ അത് സമകാലികമായിട്ടുള്ള അർത്ഥത്തിലേക്ക് വിടർന്ന് നമ്മുടെ കാലത്തെയും ഉൾക്കൊണ്ട് നമ്മളിലൂടെ പ്രവർത്തിക്കുന്നതാണ്. എല്ലാ നാട്ടിലും മഹാഭാരതമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയെങ്കിലും വിചാരിക്കില്ല. ഇപ്പോൾ മഹാഭാരതത്തിൻ്റെ ആന്ത്രോപോളജി എന്നൊരു പുസ്തകം തന്നെ, എന്നൊരു വിഭാഗം തന്നെ, ശാസ്ത്രശാഖ, പഠനശാഖ തന്നെ ഉണ്ടായിട്ട് ഷിംലയിൽ അവരുടെ ഒരു കോൺഫറൻസ് ഉണ്ടായിരുന്നു 1993. അന്ന് ഇന്ത്യയിലത്തെ ആന്ത്രോപോളജിസ്റ്റുകളും
അതുപോലെ ഫോക്ലോറിസ്റ്റുകളും എല്ലാം ചേർന്ന് 25 വിദഗ്ധന്മാരടങ്ങി ഒരു സെമിനാർ നടത്തി. അതിൻ്റെ പുസ്തകം വന്നിട്ടുണ്ട്. അപ്പോൾ ആ പുസ്തകത്തിൽ അത് നരവംശാസ്ത്രകാരനായിട്ടുള്ള കെ സിംഗ് അതിൻ്റെ അവതാരികയുടെ അവസാനം എഴുതിയിട്ടുണ്ട്, ഇന്ത്യയുടെ മഹാഭാരത കഥാപാത്രങ്ങൾ വന്നെത്താത്തതായി ഇന്ത്യയിൽ ഒരിടവും ഇല്ല. അതെല്ലാ ദിക്കിലും ആ കഥാപാത്രം ഹിഡിംബി മണിപ്പൂരിലുണ്ട്, അതുപോലെ ഹിമാചലിലുണ്ട്. എല്ലാ കഥാപാത്രങ്ങളും നിങ്ങളുടെ ഗ്രാമത്തിലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അടുപ്പ് കൂട്ടുകയെ മറ്റേ കുളിക്കുകയെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. അതില്ലാതില്ല. എല്ലാ കഥാപാത്രങ്ങളും എല്ലാ ദിക്കിലും എത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇത് വ്യാപിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ കോട്ടക്കൽ ശശിധരൻ എന്ന് പറഞ്ഞ കഥകളി നടൻ ഈ മൗറീഷ്യസിൻ്റെ അടുത്തുള്ള യൂണിയൻ എന്ന് പറഞ്ഞ ദ്വീപുണ്ട്. ആ ദ്വീപിൽ അവിടെ ഇവിടുന്ന് പോയ തമിഴരാണ് അവിടെ അധികമുള്ളത്. ഇവിടുന്ന് കൂലികളായിട്ട് കൊണ്ടുപോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇയാൾ അത്ഭുതപ്പെട്ടു. ഇവിടുത്തെ തെരുക്കൂത്ത് അവിടെ ഉണ്ട്. തെരുക്കൂത്ത് എന്ന് മഹാഭാരതം കഥ നാടകമായിട്ട് അഭിനയിക്കണ്ട. ഇവിടുത്തെ പേരുകളുണ്ട്. പാഞ്ചാലി എന്നും അർജുനൻ എന്നുള്ള പേരുകൾ അവിടെ ഉണ്ട്. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പോയതാണ് അവർ. അങ്ങനെ ഈ എന്താ പറയണ്ടേ, എല്ലാ സ്ഥലത്തും മഹാഭാരതത്തിൻ്റെ ഒരു അംശം പേറി കൊണ്ടല്ലാതെ നിങ്ങളുടെ പേരോ നിങ്ങളുടെ നാട്ടുപേരോ നിങ്ങളുടെ ഒന്നുമില്ല. അത്രയധികം വിപുലമായിട്ട് വ്യാപിച്ചു. നാട്ടിലും മനസ്സിലും എല്ലാം ഈ ഇതിഹാസം വ്യാപിച്ചു കിടക്കുന്നു. അങ്ങനെയുള്ളൊരു ജീവിക്കുന്ന സമകാലികതയാണ് ഇന്ന് ഈ മഹാഭാരത പുസ്തകത്തിനുള്ളത്. അതിൽ സംഭവിക്കുന്നതൊക്കെ ലേശം വ്യത്യാസത്തോടുകൂടി, പക്ഷെ അതേ ക്രൂരതയിൽ അതേ സാമ്യത്തോടുകൂടി ഇന്നും ആവർത്തിക്കുന്നു. ഇതാണ് മഹാഭാരതത്തിൻ്റെ അനന്തര പാഠങ്ങളും പഠനങ്ങളും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി.